അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷെയ്ഖുനയുടെ വിശ്വാസപൂർവ്വം എന്ന ആത്മകഥയിൽ കുരുവട്ടൂരി പതിവ് ശൈലിയിലേക്ക് എത്തിയിട്ടുണ്ട്. മർക്കട മുഷ്ടി പിടിച്ച പിടി വിടൂല. കുരുവട്ടൂരി നൗഷാദിൻ്റെ അഹങ്കാരം, ഓൻ പറഞ്ഞ അബദ്ധങ്ങൾ തിരുത്താൻ ഇന്ന് വരെ ഒരു വിഷയത്തിലും ഓൻ അനുവദിക്കാത്തതുപോലെ ഈ വിഷയത്തിലും അനുവദിച്ചിട്ടില്ല. പച്ചമലയാളത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന എഴുതിയ ഒരു വിഷയമാണ്. പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും വ്യക്തമാകുന്നൊരു വിഷയമാണ്. നൗഷാദ് വലിയൊരു സംഭവമായിട്ട് എല്ലാവർക്കും ഒരർത്ഥത്തിലും അവ്യക്തതയില്ലാത്ത ഒരു വിഷയത്തെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് കൂട്ടിമാറ്റി വൈരുദ്ധ്യങ്ങളും കളവുകളും എല്ലാം കൂടി നടത്തിയിട്ട് പിന്നെ താൻ പറഞ്ഞപ്പെട്ട ഒരു വാദം അത് തിരുത്താൻ സന്നദ്ധനല്ല എന്ന ആ മർക്കട മുഷ്ടി ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ ആ പേജുകളുടെ ഫോട്ടോ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. സ്പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ വായിക്കാർക്കും. എത്ര വിഷയമുള്ളതെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട വാഫിക്ക് തങ്ങളുടെയും അതുപോലെ തന്നെ PMS പൂക്കോയ തങ്ങളുടെയൊക്കെ വഫാത്തിന് ശേഷം മുസ്ലിം ലീഗിൽ വഹാബി സ്വാധീനം വർദ്ധിച്ചു. വഹാബികൾ മുസ്ലിം ലീഗിലെ പല MLA ഉപയോഗപ്പെടുത്തി സുന്നികൾക്കെതിരെ പരിപാടികളും മറ്റൊക്കെ നടത്താൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ഷംസുലമയും AP ഉസ്താദ് അടങ്ങുന്ന ആലിമീങ്ങൾ പുളിക്കൽ സമ്മേളനം വന്നു. ആ സമ്മേളനത്തിൽ ശക്തമായി വഹാബികൾക്കെതിരെ മുസ്ലിം ലീഗിനുമെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും വഹാബിയായിട്ടുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ പരാജയപ്പെടുത്തണം, രണ്ട് സുന്നിയാണെങ്കിൽ തന്നെ അതിൽ ആദർശപരമായിട്ട് തീവ്രത ഇല്ലാത്ത ആളെ പരാജയപ്പെടുത്തണം എന്നിങ്ങനെയുള്ള ആഹ്വാനങ്ങൾ ഷംസുലമ നടത്തി. ശേഷം കൂടിയ മുഷാവറയിൽ ഈ ഒരു ആഹ്വാനം അത് ശരിവെക്കുകയും അത് പ്രമേയമായി പാസ്സാക്കുകയും ചെയ്തു. തൊട്ടുടനെ വന്ന തെരഞ്ഞെടുപ്പിൽ ഈ പ്രമേയം പാസ്സാക്കിയ മുഷാവറയിലുള്ള ചില ആളുകൾ മുസ്ലിം ലീഗിൻ്റെ കൂടെ കൂടി അവരെ വേദികളിൽ പ്രസംഗിക്കാനും ഈ പ്രമേയത്തിനെതിരെ സംസാരിക്കാനും അങ്ങനെ പ്രമേയം പാസ്സാക്കിയിട്ടില്ല എന്ന് വരെ പറയാൻ തുടങ്ങി. സംസ്ഥയിൽ ചെറിയൊരു സ്വരച്ചേർച്ച കുറഞ്ഞു. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വഹാബികളായിട്ടുള്ള സ്ഥാനാർത്ഥികളൊക്കെ പരാജയപ്പെട്ടു. അതോടുകൂടി ഈ മുസ്ലിം ലീഗിനൊപ്പം പോയ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വേദികൾ പങ്കിട്ട് അവർക്ക് വേണ്ടി അനുകൂലമായിട്ട് പ്രസംഗിച്ച ഈ സംസ്ഥയിൽ തന്നെ ആ ആളുകൾ അവരുമായിട്ടുള്ള ഒരു ചേരിതിരിവ് ശക്തമായി രൂക്ഷമായിട്ട് സംസ്ഥയിൽ വന്നു. അങ്ങനെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയിലാണ് AP ഉസ്താദും EK ഉസ്താദും കൂടി CM വലിയുള്ളാഹിയെ പോയി കാണുന്നതും CM വലിയുള്ളാഹി പറഞ്ഞ് സമസ്ത പിളരില്ല, ഏതാനും ചില ആളുകൾ ഉടനെ പോകാനുണ്ട് എന്നൊരു വാക്കും പറഞ്ഞു. ഇതാണ് ഇപ്പോൾ വലിയൊരു സംഭവമായിട്ടാണ് എന്ത് ചെയ്യുന്നത്. സമസ്ത പിളരില്ല എന്ന് CM വലിയുള്ള പറഞ്ഞാൽ അത് ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെയാണ് എന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഖിയാമത്ത് നാൾ വരെ സമസ്ത പിളരില്ല എന്നാണ് അതിനകത്ത്. എത്ര അപഹാസ്യമാണ് പറയുന്നതൊക്കെ. ഈ കേരളീയ സമൂഹത്തിൽ ഏതെങ്കിലും മനുഷ്യൻ്റെ മുമ്പിൽ പോയിട്ട് സമസ്ത പിളർന്നിട്ടില്ല എന്ന് തലച്ചോറുള്ള ഏത് മനുഷ്യന്മാർ പറയോ? ഒരർത്ഥത്തിലും സമസ്ത പിളർന്നിട്ടില്ല എന്ന് ഈ കുരുവട്ടൂരികൾ ഇത്രയും കണിശമായിട്ട് പറയാൻ അവരെ തൊലിക്കെട്ടി അപാരം തന്നെ. അല്ല, എന്താണ് പിളരുക? ഒരു സംഘടന പിളരുക എന്ന് പറഞ്ഞാൽ എന്താണ് പിളരുക എന്നതിനർത്ഥം? അപ്പോൾ ഏതായാലും ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി പറഞ്ഞ വാചകങ്ങൾ അന്ന് AP ഉസ്താദും EK ഉസ്താദും എന്ത് വിഷയം, എന്ത് പ്രശ്നത്തിലെ പരിഹാരം ചോദിച്ചുകൊണ്ടാണോ CM വലിയുള്ളാഹി സമീപിച്ചത് ആ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്, അതുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതാണുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്ന് മാത്രമല്ല CM വലിയുള്ളാഹിയുടെ ആ വാക്കിൽ പറഞ്ഞ ഉടനെ എന്നുള്ള വാക്ക് തന്നെ മതി. ഉടനെ പോകാനുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കുക 10 കൊല്ലത്തിന് ശേഷമുള്ള സംഭവവികാസത്തെക്കുറിച്ചല്ല. എന്ന് മാത്രമല്ല ഈ വാക്ക് CM വലിയുള്ളാഹിയിൽ നിന്നും കേൾക്കുകയും അതിൽ നിന്ന് പരിഹാരം കണ്ടെത്തുകയും ആശ്വസിക്കുകയും സമാധാനിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട സുൽത്താനുൽ AP ഉസ്താദ് തന്നെ തൊട്ടുടനെ ചെയ്തിട്ടുണ്ട്. താമസിയാതെ ആ വിഷയം കെട്ടടങ്ങുകയും ചെയ്തു എന്ന് AP ഉസ്താദ് പറഞ്ഞിട്ട് ഈ വാക്കിനെക്കുറിച്ച് അക്ഷരം ഉണ്ടിട്ടില്ല. AP ഉസ്താദ് പറഞ്ഞ ആ വാക്കിനെക്കുറിച്ച് അക്ഷരം ഉണ്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ ചോദിച്ചിരുന്നു. AP ഉസ്താദിനേക്കാൾ CM വലിയുള്ളാഹിയുടെ വാക്ക് മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനൊക്കെ ഉള്ള കഴിവ് കുരുവട്ടൂരിക്കുണ്ടെന്ന് കുരുവട്ടൂരികൾക്ക് തന്നെ വാദമുണ്ടോ ചോദിച്ചിരുന്നു. പിന്നെ ഉടനെ വെക്കാനാണ് എന്ത് ഒലിവത്തുറമ്പ് കൊണ്ടുവപ്പെട്ടത്. ഏതായാലും ഇൻഷാ അല്ലാഹ് അതൊക്കെ എല്ലാവർക്കും അറിയാം. മാത്രമല്ല ഈ CM വലിയുള്ളാഹിയെ സമീപിച്ചത് AP ഉസ്താദും EK ഉസ്താദുമാണ്. ഏതായാലും നൗഷാദ് ഇന്നലെ ആദാപുരത്ത് വെച്ച് പറഞ്ഞ സഫാത്തുകൾ നമുക്ക് കേൾക്കാം. 2018 ഇതിലൊരു ലേഖനമുണ്ട്. ഈ ലേഖനത്തിൽ ഓയന്തരുമണിയാണ് ലേഖനം എഴുതുന്നത്. ഇതിൽ കാണാം 70കളുടെ ഒടുവിൽ 70കളുടെ ഒടുവ് പറഞ്ഞതാ 79 ഒടുവിൽ സമസ്തയിൽ രൂപപ്പെട്ട വിഭാഗീയതയാണ് 89 വഴിപിരിയലിൽ കലാശിച്ചത്. ഭയങ്കര കണ്ടുപിടുത്താണ്. കണ്ടില്ലേ? 1970കളുടെ അവസാനത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് 89 വഴിപിരിയലിന് കാരണമായത്. ആലോചിക്കി ഈ പറയുന്ന ഓയന്തരുണയുടെ ഈ ഒരു ലേഖനം ഇത് ഇവന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമസ്ത പിളരില്ല എന്നതിന് എത്രമാത്രം വൈരുദ്ധ്യമാണ്. സമസ്ത പിളരില്ല എന്ന് CM വലിയുള്ള പറഞ്ഞു. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന പ്രസ്താവനയാണ് എന്നിങ്ങനെ കൊണ്ടാടുന്ന ഈ പൊട്ടന്മാർ ഓയന്തരുമയുടെ ലേഖനം വായിച്ചിട്ട് പറയണേ 89 പിളർന്നു പോകുന്നു. എന്തൊരു കഷ്ടം. എൻ്റെ പൊന്നര ചങ്ങായി, ഇവിടെ ആരും 89 പെട്ടെന്നൊരു സുപ്രഭാതത്തിലുണ്ട് രാവിലെ എണീറ്റ് സുബഹിക്ക് എണീറ്റ് നോക്കുമ്പോൾ സമസ്തയിൽ പ്രശ്നമുണ്ടായി, ആകേണ്ട പ്രശ്നമായി എന്നിവിടെ ആരും പറഞ്ഞില്ല. പിന്നെ കാലങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളുടെയും ഒരു സമാപനമായിരുന്നു 89 പിളർപ്പും പുനഃസംഘടനയ്ക്ക്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ഇവിടെ അതൊന്നല്ല വിഷയം. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ ആത്മകഥയിൽ പറഞ്ഞു ഉടനെ ചിലർ പോകാനുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ ചില ആളുകൾ ഉടനെ പോകാനുണ്ട് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട AP ഉസ്താദും ഉള്ളാളത്തങ്ങളും പോകുന്നതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു പുനഃസംഘടനയെക്കുറിച്ചാണ് എന്ന് വരുത്തി തീർക്കാൻ നിങ്ങളെ തൊലിക്കെട്ടി സമ്മതിക്കണം. കാരണം CM വലിയ തന്നെ പറഞ്ഞത് ഉടനെ എന്നാണ്. മാത്രമല്ല ആ വാക്ക് കേട്ട് അതിൽ സമാധാനം കൊണ്ട അതിൽ വലിയ ആശ്വാസം കിട്ടിയ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയും തൊട്ടുടനെ ചെയ്തിട്ട് താമസിയാതെ വിഷയം കെട്ടടങ്ങി. ഈ 2 വാക്ക് മതി. ഈ 2 വാക്കുകൾ തന്നെ വലിയ തെളിവാണ്. അത് ഒരിക്കലും 89 ബന്ധപ്പെട്ട വിഷയമല്ല എന്ന് മാത്രമല്ല അതിൻ്റെ തുടക്കത്തിലുള്ള സമസ്ത പിളരില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ കൊണ്ടത് വായിച്ചതോ സമസ്ത പിരിഞ്ഞു എന്നാണ്. വഴി പിരിഞ്ഞു എന്നുള്ളത് പിളരെന്നുള്ളതിൻ്റെ മറ്റു വാക്കല്ലേ.
പിളരില്ല എന്ന് പറഞ്ഞ സി എം വലിയുള്ളാഹിയുടെ വാക്കിന് ഉപോത്ബലമായിട്ട് അതിന് വലിയ തെളിവായിട്ട് വലിയ കണ്ടുപിടുത്തമായിട്ട് ഗവേഷണം പറയുന്നുണ്ട്. പ്രശ്നത്തിൽ പറയുന്നത് ഞങ്ങൾ ഗവേഷണം നടത്തി പഠനം നടത്തിയപ്പോൾ കിട്ടിയൊരു മുതലപ്പത് എന്താ പേരുള്ളത് 89 സമസ്ത എന്തായി വഴി പിരിഞ്ഞു പോകുന്നു. അപ്പോൾ സി എം വലിയുള്ള പിന്നെ പിളരില്ല എന്ന് പറഞ്ഞത് ഖിയാമത്ത് നാൾ വരെ നിൽക്കൂലേ? ഖിയാമത്ത് നാൾ വരെ നിൽക്കൂലോ? എവിടുന്നാണ് വണ്ടി കയറിയത്? മാത്രമല്ല ഇയാൾ പറയുന്നത് ഇയാൾ രണ്ടും കൂടി ഒരുമിച്ച് വരുത്തും പറഞ്ഞാൽ ഇയാളൊരു പിന്നെ ജന്മസ്വഭാവമാണല്ലോ. അയാൾ തൊട്ടുകൂടെ തന്നെ പറയുന്നുണ്ട് എന്താണ് എത്ര കറക്റ്റാണ് സി എം എന്ന് പറഞ്ഞത് സമസ്ത പിളരില്ല. അതന്നെയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് ഓയം തരവണി പറഞ്ഞിട്ടുള്ളത് വഴി പിരിഞ്ഞു പോകുന്നു. പിളരില്ല എന്നുള്ളതും വഴി പിരിഞ്ഞു എന്നുള്ളതും രണ്ടും വൈരുദ്ധ്യം എന്നുള്ളത് ചിന്തിക്കാൻ പോലുള്ള തലച്ചോറ് ചങ്ങായിക്കില്ല. ഇത് കേട്ടോക്കി കറക്റ്റാണ്. 79 ഉണ്ടായ പ്രശ്നമാണ് 89 വഴിപിരിയലിൽ കലാശിച്ചത്. അപ്പൊ ശൈഖുന പറഞ്ഞ എത്ര കറക്റ്റാ? സമസ്ത പിളരില്ല. 89 വഴിപിരിയലിൽ കലാശിച്ചത്. അപ്പൊ ശൈഖുന പറഞ്ഞ എത്ര കറക്റ്റാ? സമസ്ത പിളരില്ല. കണ്ടില്ലേ കുരുവട്ടൂരി എങ്ങനെയാണ്? കറക്റ്റാണ് എന്താ കറക്റ്റ്? സമസ്ത പിളരില്ല എന്ന് സി എം വലിയുള്ള പറഞ്ഞത് കറക്റ്റായത് എന്തുകൊണ്ടാണ്? ഓയന്ത്രമണി പിന്നെ പുസ്തകത്തിലുണ്ട് 89 സമസ്ത വഴി പിരിഞ്ഞു പോകുന്നു. അപ്പോൾ 89 സമസ്ത വഴി പിരിഞ്ഞു ഓയന്ത്രമണി പുസ്തകത്തിലുണ്ടേനും സി എം വലിയുള്ള സമസ്ത പിളരില്ല എന്ന് പറഞ്ഞു ചെയ്തു. ഇത് രണ്ടും തന്നെ കറക്റ്റാവും എൻ്റെ കുഞ്ഞാപ്പോ. അത് ചോദിക്കും ഇങ്ങനെ വൈദ്യം പറയുമ്പോൾ ഇങ്ങനെ തോന്നില്ല? ഒരു മനസ്സാക്ഷി കുത്തുങ്കിലുണ്ടാവില്ല. വല്ലാത്തൊരു വർഗ്ഗങ്ങളാണ് ജീവികൾ. ഏതായാലും വളരെ കോമഡിയാണ്. ഏതായാലും സമസ്ത പിളരില്ല എന്ന് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന പ്രസ്താവനയാണ് എന്ന് പൊട്ടത്തരം വിളമ്പിയ ഉഷാദിനോട് പറയാനുള്ളത് വീണ്ടും പറയാനുള്ളത് ബഹുമാനപ്പെട്ട സി എം വലിയുള്ള ആ വാചകത്തിൽ ഉപയോഗിച്ച ഉടനെ ചിലർ പോകാനുണ്ട്. ശരിയാ? അത് കൃത്യമായി മനസ്സിലാക്കിയ ഷെയ്ഖുന എ പി ഉസ്താദ് പറഞ്ഞല്ലോ എന്ത് താമസിയാതെ വിഷയം കെട്ടടങ്ങി. രണ്ടിനും കൃത്യമായ മറുപടി പറയാതെ ഈ വിഷയത്തെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാകാനുള്ള അധികാരം എനിക്കില്ല. എനിക്ക് നല്ല കുരുവട്ടൂരികളിൽ ഒരൊറ്റ മനുഷ്യനില്ല. അപ്പോൾ രണ്ടിനും മറക്കണം. അതിൽ ഉടനെ എന്നുള്ളതിന് മറുപടി പറയാൻ വേണ്ടി ശ്രമിച്ചതാണ് ഒലിബത്ത് റൂം. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് നാദാപുരത്ത് പിന്നെയും നേരത്തെ പറഞ്ഞ സഫാത്ത് പിന്നെയും ആവർത്തിച്ചു. അതായത് മർക്കട മുഷ്ടിക്കാരാകുമ്പോൾ പിന്നെ എന്തായാലും സമ്മതിക്കില്ല എന്ന് ഉറപ്പാണ്. എന്നാലും ആ സഫാത്ത് വീണ്ടും ആവർത്തിച്ചു. അതിലും കുറേ പൊട്ടത്തരങ്ങളാണ് ഏതായാലും കേൾക്കാതെ. ഉടനെ എന്ന് പറഞ്ഞ വാക്കൊക്കെ നമ്മൾ ഹെല്ല് ചെയ്തു. അതിനാണ് നമ്മൾ ഒലിബത്ത് റൂം വന്നത്. ഉടനെ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഏതാനും കൊല്ലങ്ങളിൽ കണ്ടില്ലേ ബിദുസിനെ പോകേണ്ട വിഷയം കുന്നമംഗലത്ത് വെച്ച് ബിദുസിനെയും പരാമർശിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അവനക്ക് പ്രശ്നം ഒലിബത്ത് മാറിയതായിരുന്നു. ഉടനെ എന്നല്ല പറഞ്ഞത്, വിജയിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. എത്രയോ കാലം കഴിഞ്ഞ് ഉമറുള്ളാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് പിന്നെ മുസ്ലിമീങ്ങൾ റോമിനെ പരാജയപ്പെടുത്തിയത്, മുസ്ലിമീങ്ങൾ വിജയം കൈവരിച്ചത് എന്ന് കുന്നമംഗലത്ത് നിന്ന് ഈ കുഞ്ഞാപ്പ് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ അവന് ഒലിബത്ത് റൂം ആദ്യം ഓതിപ്പം തന്നെ മനസ്സിലാക്കിയത് ഉമറുള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ റോമിനെ മുസ്ലിമീങ്ങൾ പരാജയപ്പെടുത്തിയതിനെ കുറിച്ചാണ് ഒലിബത്ത് റൂം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവൻ തെളിവായിട്ട് തിരിച്ചത്. ഇനി ഓൻ്റെ ഖിറാഅത്തനുസരിച്ച് ഇൻഷാ അല്ലാഹ് ഓൻ പറഞ്ഞ ഓൻ്റെ ഷെയ്ഖ് ഇജാസത്ത് കൊടുത്ത തഫ്സീർ തന്നെ നമുക്ക് വായിക്കാണ്ട്. ഓൻ്റെ ഷെയ്ഖ് ഓൻ ഇജാസത്ത് കൊടുത്ത് പ്രത്യേക നിർദ്ദേശം നൽകിയ ഇബ്നു അജീബ് തങ്ങളുടെ തഫ്സീർ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് തിരിക്കാണ്ട്. അത് നമുക്ക് ഒരു നിലക്ക് തെളിവല്ല. അത് ഓൻ്റെ എല്ലാ വാദങ്ങളുടെയും അടപടലം അത് പൊളിച്ചു കളയുന്ന നല്ല വിശദീകരണമുണ്ട്. അതിൽ കുന്നമംഗലത്ത് വെച്ചോ എന്താ പറഞ്ഞതെന്ന് കേൾക്കാം. നമുക്ക് മറക്കാൻ പാടില്ലല്ലോ. റോം സാമ്രാജ്യം ഫത്ഹായി, വിജയിച്ചു കഴിഞ്ഞു. വിജയിച്ചു ഉടനെയൊന്നും കൂടിയല്ല, വിജയിച്ചു കഴിഞ്ഞു എന്നാണ്. എത്ര വർഷം കഴിഞ്ഞിട്ടാ പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്തല്ലേ യുദ്ധം ചെയ്തത്, ഫത്ഹാക്കിയത്. അപ്പോൾ കേട്ടല്ലോ കുന്നമംഗലത്ത് വെച്ച് അവൻ്റെ പ്രശ്നം അത് മാലിയാണ്. മാലി എത്രയോ കാലങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഉടനെന്നുള്ളതൊക്കെ മാലിയില്ല, ഉടനെ നടത്തുന്നത് എന്താ കഴിഞ്ഞു പോയതല്ല. മുസ്തഖബിലിൽ ഏറ്റവും അടുത്തുള്ള സംഭവം എന്ത് ഉടനെ എന്നുള്ളത്. അതിനേക്കാൾ മികച്ച മാലി പറഞ്ഞിട്ട് വരെ എത്രയോ കാലങ്ങൾക്ക് ശേഷം സംഭവിക്കാനിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടനെ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ വിചാരിച്ച ഉടനല്ല അതിൻ്റെ അർത്ഥം. അത് എന്നാണോ സംഭവം നടക്കുന്നത് ആ സംഭവം നടക്കുന്ന അന്നാണ് അതിൻ്റെ ഉടനെ അർത്ഥം. നല്ല കണ്ടുപിടുത്തട്ടാ. എന്തൊരു പൊട്ടത്തര ഇയാൾ പറഞ്ഞറിയോ? ഇയാൾ പറഞ്ഞ പൊട്ടത്തര ആലോചിച്ച് ഖുർആനിലൊക്കെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഭാഷാപരമായിട്ടും അല്ലെങ്കിൽ ഉസൂലിൻ്റെ നിയമപ്രകാരം ആ പദങ്ങൾക്കുള്ള അർത്ഥപ്രകാരമല്ലേ വെക്കേണ്ടത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫിനൊക്കെ പന്തയം വെച്ചതൊക്കെ പൊട്ടത്തരായി പോയി. കാരണം എന്താ? കാരണം അവിടെ പിന്നെ ബിൽസിനി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം കാരണം എന്താ നടക്കുന്നത് നോക്കണം. ഈ ബിൽ എന്നുള്ള വാക്കിന് 10 കുറഞ്ഞ വർഷം എന്ന അർത്ഥമുണ്ട്. അതുകൊണ്ട് ഖുർആൻ പറയുന്ന ആ പറച്ചിൽ അത് കൃത്യമായിരിക്കും എന്ന എഴുജാസ് വെളിവാക്കാനുള്ള ഒരു ആയത്തിനെ കുറിച്ച് ഈ പൊട്ടം പറയണേ. അതെന്താണോ സംഭവം നടക്കുന്നത് അന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഒരു കാര്യം പറയുക എന്താ പറഞ്ഞ ആ വാക്കിൽ ഖുർആനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ വിചാരിച്ചിരിക്കണെന്ത് ലോകത്തുള്ള എല്ലാവരും വർത്തമാനം പറഞ്ഞത് ഇവനെ പോലെയാണ്. പറഞ്ഞ സ്ഥിരതയില്ല, എന്തെങ്കിലുമൊക്കെ പറയും. അണ്ട് പിന്നെ എന്താണോ അവസാനത്തിൽപ്പെടുന്നത് അതായിട്ട് വ്യാഖ്യാനിക്കുക. അതാണല്ലോ ഉടനെ പോകാനുണ്ടെന്ന് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി പറഞ്ഞപ്പം ഇവൻക്ക് ആകെ പരിചയമുള്ള പോക്ക് വരവുണ്ട്. ഓനതാ വിളിച്ച് പോകുക എന്ന് പറഞ്ഞാൽ ആകെ അവൻക്കാരുടെ പോക്ക് വരവ്. ആദ്യം എന്ത് ചെയ്യുക AP വിഭാഗത്തിൽ സുന്നികളെ കൊടുത്തിരിക്കുക, പിന്നെ ജിഷാൻ്റെ കൂടെ കൂടി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എന്താ ചേളാരിക്ക് പോയി, പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് വന്നു, പിന്നെ കളത്തൊരിക്കത്തേക്ക് പോയി. ഇങ്ങനെ പോക്കും വരവ് മാത്രം പരിചയമുള്ള ഇവനെ വിചാരിച്ചിരിക്കണം ഈ പോകാനുണ്ടെന്ന് പറയുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? എൻ്റെ പോകാനാണെന്നാണ്. മഹാന്മാർ സൂഫിയാക്കൾ പറയുന്ന വാക്കുകൾക്കൊക്കെ ഇജി പറയുന്ന എൻ്റെ ഡിക്ഷണറിയും അങ്ക് പരിചയമുള്ള നിയമങ്ങളും വെച്ച് കണ്ട് അർത്ഥം വെക്കൽ. സൂഫിയാക്കളുടെ കലാമിനെ അവരുടെ ഇസ്തിലാഹ് കൊണ്ട് തിരിയുന്ന ആളുകളല്ലേ മനസ്സിലാക്കേണ്ടത്. അത് തിരിയുന്ന വലിയ മഹാനല്ലേ സുൽത്താനുലുമ. മഹാനവർക്ക് പറഞ്ഞില്ലേ താമസിയാതെ ആ വിഷയം കെട്ടടങ്ങുകയും ചെയ്തു. ഇനി എന്ത് വർത്താനമുള്ളത്? അപ്പോൾ ഇവന് പറയണത് ഉടനെ അല്ലെങ്കിൽ കുറഞ്ഞ വർഷം എന്നൊക്കെ എവിടെയെങ്കിലൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അളവ് നമ്മൾ തീരുമാനിക്കേണ്ടത് അത് എന്നാ സംഭവിച്ച് അത് നോക്കിയിട്ടാണ്. എൻ്റെ പൊട്ടപ്പോയത്തക്കാരാ. ഏതായാലും പറഞ്ഞു കേൾക്കാം. ഏതാനും കൊല്ലങ്ങളിൽ എന്ന് പറയുമ്പോൾ അത് നിശ്ചയിക്കേണ്ടത് എപ്പോഴാ? അതെപ്പോഴാ സംഭവിച്ചത് അപ്പോൾ നോക്കണം അല്ലേ? അല്ല ഒരിക്കലുമല്ല. എൻ്റെ കണ്ടുപിടുത്തേ എൻ്റെ പൊന്നാര നൗഷാദെ കുരുവട്ടൂരി
ഖുർആനിലും ഹദീസിലൊക്കെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിന് അള്ളാഹു തആലയും അല്ലെങ്കിൽ ഹദീസുകളിൽ മുത്തുനബിയും ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ എന്താണോ ആ പദപ്രയോഗത്തിന് ഭാഷയിലും ഉർഫിലൊക്കെ ഉള്ള മഅന അത് കൃത്യമായി പുലർന്നിരിക്കും. മനസ്സിലായോ? കൃത്യമായി പുലർന്നിരിക്കും. അതാ ഇജാസ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായി? അല്ലാതെ എന്തെങ്കിലും വാക്പ്രയോഗം നടത്തുക, ആ വാക്പ്രയോഗം നടത്തിയിട്ട് ആ വാക്പ്രയോഗത്തിൻ്റെ ആ ഭാഷാപരമായിട്ടും മറ്റുമുള്ള അതിനുള്ള കൃത്യതയൊന്നും അതിൻ്റെ അർത്ഥത്തിനില്ല. അത് എപ്പോഴാണ് നടക്കുന്നത്, ആ നടക്കുന്ന സമയത്ത് ഇതിനോട് അർത്ഥം വെക്കുക എന്നൊക്കെ പറയുന്ന എന്ന മട്ടം അത് എൻ്റെ വാക്കുകൾക്ക് വെച്ചാൽ മതി. മനസ്സിലാ? കുരുവട്ടൂരിലെ ഷെയ്ഖിൻ്റെയും എൻ്റെ മുതബിരീങ്ങളുടെയൊക്കെ വാക്കുകൾക്കുള്ള അർത്ഥവും അതിനുള്ള വ്യാഖ്യാനമൊക്കെ വെച്ചാൽ മതി. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കിന് എന്താണ് ആ വാക്ക് അറിയിക്കുന്ന ആശയം, ആ ആശയം കൃത്യമായിരിക്കും. അതുകൊണ്ടല്ലേ ബിദ്അ എന്ന് പറയുന്ന പദം മുഫസ്സിരീങ്ങളെല്ലാം എല്ലാ മുഫസ്സിരീങ്ങളും പറഞ്ഞു അത് 3 മുതൽ 10 വരെ 10-ൽ താഴെ വർഷം എന്നാണ് ബിദ്അ എന്ന് പറയുന്ന ആ പദത്തിൻ്റെ അർത്ഥം. അതുപോലെ അത് 7-ാം വർഷത്തിലും 9-ാം വർഷത്തിലൊക്കെ നടന്നു എന്ന് ആ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പ്രവചനത്തെ ആ പദപ്രയോഗത്തിൻ്റെ ലുഗവിയായ മഅനയുടെ കൃത്യത വെച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത് എൻ്റെ ഈ പൊട്ട സഫാഹത്ത് അവർക്ക് അറിയാത്തോണ്ടാ. എനിക്ക് മാത്രം അറിയുന്നൊരു ഉസൂല്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തീരുമാനിക്കണമെങ്കിൽ ആ പറഞ്ഞ കാര്യം നടന്നിട്ടേ അതിൻ്റെ അർത്ഥം തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം മനസ്സിലാകുള്ളൂ എന്ന ആ ഉസൂലൊക്കെ അത് കുരുവട്ടൂർ ആലയത്തിലെ നിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞാടുകളുടെ മുമ്പിൽ വിളമ്പിയാൽ മതി, മുസ്ലിമീങ്ങളുടെ മുമ്പിൽ വിളമ്പാൻ നിൽക്കണ്ട. ഏതായാലും ഒലിവത്തൂറുമ്പോഴാണ് കുട്ടിങ്ങിയപ്പോൾ മൂപ്പർക്ക് പരാതി. ഞാൻ ഉദാഹരണം പറഞ്ഞു. ഇനി ഉദാഹരണത്തിൽ നിങ്ങൾ കെട്ടിപ്പിടിച്ച് തൂങ്ങണ്ടില്ല. ഇനി ഏതായാലും പറഞ്ഞു കേട്ടോ. ഉദാഹരണം പറഞ്ഞ വാക്കിൽ പിടിച്ച് തൂങ്ങണ്ട. അത് ഉദാഹരണം മാത്രമല്ല എൻ്റെ പൊന്നാര വട്ടൂരി, അത് ഉദാഹരണം മാത്രമല്ല. ഉസ്താദിൻ്റെ പുസ്തകത്തിലെ ഉടനെ എന്നുള്ളതിന് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് എന്താണ് ആ ഉടൻ്റെ അർത്ഥം എന്ന് പിന്നെ തെളിയിക്കാൻ കൊണ്ടുവന്ന് തെളിവാണത്. മനസ്സിലായോ? അല്ല തെളിവാണത്. ഉദാഹരണത്തിൻ്റെ ചുരുക്കേണ്ടത്. ഏതായാലും കടിച്ച് തൂങ്ങുന്ന ആളാരാണെന്നും ഇവിടെ എന്തെല്ലാം കടിച്ച് തൂങ്ങിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ കുറേ കണ്ടതല്ലേ. ഒരു സാമ്പിൾ കാണിച്ചു തരാം. ബഹുമാനപ്പെട്ട പേരുസ്താദ് പിന്നെ കറാമത്ത് മുഗ്രീങ്ങളായ ആളുകളുടെ മുമ്പിൽ ഔലിയാക്കളെ പരിഹസിക്കുകയും ഔലിയാക്കളെ നിഷേധിക്കാനുള്ള ഔലിയാക്കളെ അപകീർത്തിപ്പെടുത്താൻ കാരണമാകുന്ന രൂപത്തിൽ കറാമത്തുകൾ കൊട്ടിഘോഷിക്കരുത് എന്ന് നല്ലൊരു നസീഹത്ത് നൽകിയപ്പോൾ ബഹുമാനപ്പെട്ട ഷാറാൻ ഇമാമിനെ ഉദ്ധരിച്ച് നൽകിയപ്പോൾ ഷാറാൻ ഇമാമിൻ്റെ ബഹറുൽ മൗറൂദുള്ള കിതാബ് അതിലുള്ള ഉദ്ധരണി ഉദ്ധരിച്ചത് പറഞ്ഞപ്പോൾ അതെന്തായി മിനൽ കുബ്രയിൽ പോയി. നൗഷാദിൻ്റെ വെല്ലുവിളിക്കുന്നുണ്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ അന്ന് കണ്ടോക്കിങ്ങൾ എന്തൊരു വെല്ലുവിളിയാണ് റബ്ബനാ. വെല്ലുവിളിയാൻ കേട്ടാൽ വിചാരിച്ചു പേരുസ്താദ് വല്ലാത്തൊരു അപരാധം ചെയ്തു പോയത് എന്നൊക്കെ. ഒരു കിതാബിൻ്റെ ഒരേ ഇമാമിൻ്റെ 2 കിതാബുകൾ ഒരു കിതാബിൻ്റെ പേര് അങ്ങോട്ട് മാറിയതാണ് എന്ന് മാത്രമല്ല തൊട്ടുടനെ അപ്പുറത്തുണ്ട് മിനൽ കുബ്ര. ഓൻ പറഞ്ഞ കിതാബിൽ ഈ വാർത്ത ഉദ്ധരിക്കുന്നുണ്ട്, അത് മൂടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിതാബിൻ്റെ പേര് മാറിയപ്പോത്തിനുണ്ട് ഓനയുടെ ജകളുണ്ടാക്കുന്ന ഒരു കഥ ഉണ്ട്. കാണണം ഒന്ന് കണ്ടിട്ട് ബാക്കി പറയാം. അൽമിനൽ കുബ്രയിലുണ്ട് എന്ന് പറഞ്ഞൊരു ഇബാറത്ത് അത് വെച്ചെടുക്കും. പുണ്യമുള്ളതാണ്, മഹാന്മാരെ അനുസ്മരിക്കൽ വളരെ പുണ്യമുള്ളതാണ്. പക്ഷേ അവിടെ എല്ലാം ഇസ്ലാമിക നിയമങ്ങളും ആദാബുകളും പാലിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിനനുൽ കുബ്രയിൽ പറയുകയാണ്, നമ്മളുടെ മശായിഖന്മാർ നമ്മളിൽ നിന്ന് ചില കരാറുകൾ വാങ്ങി. ആ കരാർ എന്താണ്? ആ കരാർ അഹിദ അലൈന അൽ-ഉഹൂദ് അല്ലാ നുമക്കിന അഹദൻ മിൻ ഇഖ്വാനിനാ يصير من يحكو على أحد من الأولياء كائنا ما كان ولا نمكنهم من ذكر كراماتهم ومناقبهم بحضرة من ينكر عليهم فيكون ذلك سببا لزيادة المقتل المنكر ولتنقيص ذلك الولي وحكم من فعل ذلك. പറയാൻ പരിധി ഉണ്ടെന്ന് പറഞ്ഞ് ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി മിനനുൽ കുബ്രയിൽ പറഞ്ഞു എന്ന് പരസ്യമായി മൈക്ക് കെട്ടിയല്ലേ ആ ഇബാറത്ത് വായിച്ചത്. അങ്ങനെ ഒരു ഇബാറത്ത് ഇമാം ശഅറാനി തങ്ങളുടെ അൽമിനനുൽ കുബ്രയിൽ കാണിച്ചു തരാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളാ പറഞ്ഞ മിനനുൽ കുബ്രയാണിത്. മിനനുൽ കുബ്രയുടെ നല്ല ഒരുപാട് പേജുണ്ട്. പച്ചക്കള്ളമാണ്. ഈ പേജിൽ എവിടെയും അങ്ങനെ ഒരു ഇബാറത്തില്ല. ഈ കിതാബ് എങ്ങനെ നിങ്ങൾക്ക് മാറിപ്പോകുന്നു? പല യൂട്യൂബർമാരില്ലേ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നത്. മിനനുൽ കുബ്ര ഇല്ലെങ്കിൽ ഞങ്ങൾ തരാ. ഇമാം ശഅറാനി തങ്ങളുടെ മിനനുൽ കുബ്രയിൽ അത് കാണിക്ക്. അപ്പൊ കിതാബ് ഏതാണെന്ന് അറിയുന്നില്ല. കിതാബോ മാറിപ്പോയി, അർത്ഥം വെച്ചതോ മാറിപ്പോയി. വായിച്ച ഇബാറത്തിലും ഞാൻ നോക്കുമ്പോൾ 3 വരി വായിച്ചതിൽ 4ഓ 5ഓ നഹ്വിന്റെ തെറ്റുന്നുണ്ട്. സൊറഫ് അനുസരിച്ച് തന്നെ വായിക്കാൻ കഴിയില്ല. കിതാബിന് ആദ്യം മാറിപ്പോയി, പിന്നെ അതിന്റെ അർത്ഥം വെച്ച് മൊത്തം തെറ്റിപ്പോയി. കേട്ടില്ല സഹോദരന്മാരെ, എന്താണ് ഇവൻ്റെ അഹങ്കാരം? ബഹുമാനപ്പെട്ട കൊട്ടുക്കര മജീദ് ഹസൻ ഉസ്താദിൻ്റെ ചാനലിൽ വളരെ വളരെ വ്യക്തമായി ഇവൻ്റെ ധാരാളം പൊട്ടത്തരങ്ങളെ എന്തായിട്ടുണ്ട് നന്നായിട്ട് പൊളിച്ചടക്കിയിട്ടുണ്ട്. വേണമെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആ ചാനലിൽ നിന്ന് പോയി കയറി പരിശോധിച്ചാൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. അതിലുള്ള ക്ലിപ്സാണ് ഇതിൽ എന്താണത് ആഡ് ചെയ്തിട്ടുള്ളത്. എന്തൊരു ധിക്കാരണം എനിക്ക്. ഏതായാലും നല്ല അടിപൊളിയായിട്ട് ബഹുമാനപ്പെട്ട മജീദ് ഹസൻ ഉസ്താദിന് കശക്കിറിഞ്ഞാൽ അത്രയും നല്ല ടോപ്പ് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇവൻ വലിയ സംഭവമായിട്ടാണ് ഇവൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് വിചാരിച്ചു ലോകത്ത് ഇവനല്ലാത്ത ഒരു മനുഷ്യർക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. സത്യം പറഞ്ഞാൽ തനിച്ച കബളിപ്പിക്കലാണ്. നമ്മുടെ ആലിമീങ്ങളെ കുതിര കയറാൻ വേണ്ടി എന്തൊക്കെയോ വിടുവായത്തും വിളിച്ചു പറയാൻ. പണ്ടത്തെ വഹാബിനെ കുറിച്ച് അബ്ദുറഹ്മാൻ സലഫിനെ കുറിച്ച് എന്താ നേട്ടനായിട്ട് പറഞ്ഞല്ലോ. നല്ല ഒച്ചട്ട് സംസാരിക്കേണ്ട മനസ്സിലാക്കണം, ഒരു തെളിവ് കയ്യിലില്ല എന്ന പോലെയാണ്. ഇവന് വല്ലാണ്ട് വെല്ലുവിളിക്കണം മനസ്സിലാക്കണം. ഇവൻ്റെ കയ്യിൽ ഒരു തെളിവില്ല, ഒരു കുന്തുവിൻ്റെ കയ്യിലില്ല. പിന്നെ തെളിവില്ലാത്തതിൻ്റെ പേരാണ് ഒച്ചട്ട് പാസ്സാക്കാൻ വേണ്ടിയാണ് ഒച്ചടാണ്. ഏതായാലും വേണ്ടില്ല. മിനൽ കുബ്രയിൽ ആ ഇബാറത്ത് ഉണ്ട് ഉസ്താദ് വായിച്ചത് മാറിപ്പോയപ്പോൾ തന്നെ എന്താക്കിയെന്നായിട്ട് പിന്നെ കണ്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. അത് വഷളാക്കാൻ ശ്രമിച്ചു. പിന്നെ ബഹറുൽ മൗറൂദിൽ ആ ഇബാറത്ത് പറഞ്ഞതിന് എന്താക്കണമല്ലോ, അത് മറുപടി ആണല്ലോ. എതിരാളികളായ ആളുകൾ ഉണ്ടാകുമ്പോൾ
മഹാന്മാരെ കറാമത്ത് പറഞ്ഞ എതിരാളികൾ ഈ മഹാന്മാരെ ഇകഴ്ത്താൻ സാധ്യതയുണ്ടെങ്കിൽ പറയാൻ പാടില്ല എന്ന ഒരു വലിയ ആശയമുള്ള ഒരു നസീഹത്ത് പേഡ് ഉസ്താദ് ബഹറുൽ മൗറൂദ് എന്ന് പറയുന്ന ഷാരാൻ ഇമാമിൻ്റെ കിതാബ് എന്ന് വായിച്ചിട്ടുണ്ട്. ആ വായിച്ചതിന് മറുപടി ആണല്ലോ. എന്ത് മറുപടി പറയും? മറ്റു പല ഇബാറത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുർവ്യാഖ്യാനം ചോദിക്കും. പക്ഷേ ഈ ഇബാറത്താണെങ്കിലും എന്താക്കാൻ പറ്റില്ല, ദുർവ്യാഖ്യാനിക്കാൻ പറ്റില്ല. കാരണം പറഞ്ഞാൽ എന്താ, ഇന്ന് ദിക്രി കറാമാത്തി എന്ന് തന്നെ പറയുന്നുണ്ട്. മഹാന്മാരുടെ കറാമത്ത് പറയാൻ സൗകര്യം അല്ല നുമക്കിനഹും എന്ന് പറഞ്ഞിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ പാടില്ല, അതിന് അവസരം ഒരുക്കി കൊടുക്കാൻ പാടില്ല. മഹാന്മാരെ കറാമത്ത് പറയാൻ അവസരം ഒരുക്കി കൊടുക്കാൻ പാടില്ല എന്നുള്ളത് കുരുവട്ടൂരിക്ക് പോലും ദുർവ്യാഖ്യാനിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഷാരാൻ ഇമാം പറഞ്ഞു. കുരുവട്ടൂരിക്ക് പോലും എന്ന് പറഞ്ഞാൽ അടിവരായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എന്ത് കിട്ടുന്ന ദുർവ്യാഖ്യാനിക്കുന്ന മർക്കടമുഷ്ടി മാത്രം ജന്മസിദ്ധിയായിട്ട് ലഭിച്ച കുരുവട്ടൂരി നൗഷാദിന് പോലും ദുർവ്യാഖ്യാനിക്കാൻ പറ്റാത്ത രൂപത്തിൽ ബഹുമാനപ്പെട്ട ഷാരാൻ ഇമാം അൽ ബഹറുൽ മൗറൂദ് എന്ന കിതാബിൽ ഇബാറത്തിട്ടു. ആ ഇബാറത്ത് ബഹുമാനപ്പെട്ട പേഡ് ഉസ്താദ് വായിച്ചു. നമ്മുടെ ഉലമാ സമ്മേളനത്തിലൊക്കെ എല്ലാവർക്കും അതിൻ്റെ നോട്ട്സ് കൊടുത്തു. അപ്പോൾ ആ ഇബാറത്തിന് മറുപടി പറയാൻ വേണ്ടി ഇവന് പുതിയൊരു ഗവേഷണം ചന്ദ്രനിലൊക്കെ പോയിട്ട് കണ്ടുപിടിച്ചൊരു ഗവേഷണമുണ്ട്. പടച്ചറപ്പ് അൻവരിയും തൊഴിയൂരും പിന്നെ മറ്റേ സുലൈമാൻ ബാവിയും ഷെയ്ഖ് കല്ലും കൂടി വയനാട്ടിലും അവിടെയും ഇവിടെ മൈസൂരിലൊക്കെ പോയിട്ട് കണ്ടുപിടിച്ച ഒരു ഭയങ്കരമായിട്ടൊരു കണ്ടുപിടുത്തം. ആ കണ്ടുപിടുത്തങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് തലയിൽ കൈ ചാമ്പരന്ന് പോകും. അതിന് ശേഷം ബഹുമാനപ്പെട്ട മജീദ് ഹസൻ ഉസ്താദ് അള്ളാഹു അവർക്ക് നല്ല ആഫിയത്തും ദീർഘായുസ്സും കിട്ടും. ദീനി ഖിദ്മയിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും കിട്ടാൻ അവരെ പോലെയുള്ള ഉസ്താദുമാരൊക്കെ വിശദീകരണം കിട്ടും. നമ്മളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അവരതിനെ പൊളിച്ചെടുക്കുന്ന നല്ല സുന്ദരമായ രംഗങ്ങളുണ്ട്. ഓൻ്റെ ആ മറുപടിയും ദുർവ്യാഖ്യാനവും ആ ദുർവ്യാഖ്യാനം കൊണ്ട് ഓൻ പെട്ട പെടാപ്പാട് ഇന്ന് വരെ ആയിട്ട് കുരുവട്ടൂരിയുടെ പ്രത്യേകത വെച്ചാൽ എന്ത് പൊട്ടത്തിനെ വിളിച്ച് പറഞ്ഞാലും, എത്ര വലിയ അന്താരാഷ്ട്ര പൊട്ടത്തിനെ വിളിച്ച് പറഞ്ഞാലും അതിനൊക്കെ മർക്കടമുഷ്ടി കൊണ്ട് എന്തെങ്കിലുമൊക്കെ നൊട്ടു ന്യായം പറഞ്ഞ് പിടിച്ച് നിൽക്കുന്ന കുരുവട്ടൂരി നൗഷാദ് ഇന്ന് വരെ ആയിട്ട് അൽ ബഹറുൽ മൗറൂദിന് മജീദ് ഹസൻ ഉസ്താദ് പറഞ്ഞ മറുപടിക്ക് ഇന്ന് വരെ കണ്ണ നടത്തിയിട്ടില്ല. അങ്ങനെ പലതും കണ്ണ നടത്താൻ പേടിക്കുന്നത്. അത്ര നീലിന് അത്ര വെച്ചപ്പോൾ നീല് കണ്ട വിഷയത്തിന് ഇന്ന് വരെയായിട്ട് മറുപടി ഉണ്ടില്ല. അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് വരെ ഒരു അക്ഷരം കാമ മറുപടി പറയാൻ കുരുവട്ടൂരി നൗഷാദിനുള്ള ആലയത്തിലുള്ള ഒരു ഷെയ്ഖിനും മുദബ്ബിറിനും ഇന്ന് വരെ കഴിയാത്ത അത്രയും നല്ല കാണിഷമായിട്ടുള്ള കശക്കീരയിൽ ബഹുമാനപ്പെട്ട മജീദ് ഹസൻ ഉസ്താദ് നടത്തിയത് ഇൻഷാ നമുക്ക് കാണാം. അതൊക്കെ സാമ്പിൾ കാണണമല്ലോ. ഇൻഷാ അതിനെ വിശദമായിട്ട് കാണാൻ പോകുന്ന ആളുകൾ ഇൻഷാ അവരുടെ ചാനലിൽ പോയിട്ട് വിശദമായിട്ട് കാണുകയും ചെയ്യണം. ഈ കാണുന്നത് മിനൽ കുബ്രൻ. ഇനി തൊട്ടടുത്ത് കാണിക്കുന്നത് അൽ ബഹറുൽ മൗറൂദ്. ഹസൻ ഉസ്താദേ നൗഷാദിൻ്റെ പിന്നെ വെല്ലുവിളിച്ച 2 കിതാബും കൃത്യമായിട്ട് കാണിച്ചതിന് ശേഷം ഓൻ്റെ ഒരു ന്യായീകരണം, ആ ന്യായീകരണത്തെ പൊളിച്ചെടുക്കാൻ കാണാം. ആ ന്യായീകരണം കേൾക്കാം. എത്രത്തോളം സഫാത്താണ് ന്യായീകരണം എന്നുള്ളതും ആ ന്യായീകരണത്തിന് ഉസ്താദ് പറയുന്ന അടിപൊളി മറുപടിയും കേൾക്കാം. അതൊക്കെ കേൾക്കണ്ടേ? ഇൻഷാ അല്ലാഹ് കേൾക്കാം. അതിന്റെ വിശദീകരണം എനിക്ക് പറയാണ്ട്. എന്താണ് ആ പറഞ്ഞത്, എവിടെയാ പറഞ്ഞതൊക്കെ അതൊന്നും കൂടി വായിക്കും. നിങ്ങൾ അടുത്ത മദ്രസയിൽ പറഞ്ഞത് 1-2 കാര്യം കൂടി തന്നെ വായിക്ക്. ഇല്ല, ഇതെന്താ വെച്ചാൽ ആദ്യം ഉസ്താദിൻ്റെ ബഹുമാനപ്പെട്ട പേഡ് ഉസ്താദിൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നൗഷാദ് മറുപടി പറഞ്ഞതാണ്. ആ മറുപടിയിലുള്ള അവൻ്റെ നാടകണത് ഓൻക്ക് അൽ ബഹറുൽ മൗറൂദിൽ ഉസ്താദ് ഉദ്ധരിച്ച ഉദ്ധരണിക്ക് മറുപടി ഇല്ല. ഓൻ എത്ര തല ചിന്തിച്ച് നോക്കിയിട്ട് ഓൻ മറുപടി ഇട്ടാതെ അപ്പോൾ ഓൻ്റെ ഒരു പൊട്ടീസാണ്. അതിന് 2 പ്രാവശ്യമൊക്കെ വായിച്ച് എൻ്റെ മറുപടി തന്നരാം. എൻ്റെ പറഞ്ഞ മറുപടി കേൾക്കാം ഇൻഷാ അല്ലാഹ്. ഇതൊരു ധിക്കാരവും അഹങ്കാരമാണ് ഇപ്പോൾ കേട്ടത്. അല്ലെങ്കിൽ ഷാരാൻ ഇമാമിന്റെ കിതാബൊക്കെ വായിക്കണമെങ്കിൽ ഓരോ കിതാബിന് ഒരു ലക്ഷ്യം ഉണ്ടാവും. ഇമാം ഷാരാനി തങ്ങൾ എഴുതിയ കിതാബാണ് അൽ ബഹറുൽ മൗറൂദ് ഫിൽ മവാസീഖ് വൽ ഉഹൂദ്. അതൊക്കെ വായിക്കണമെങ്കിൽ എന്താ മവാസീഖ് എന്നറിയണം, എന്താ ഉഹൂദ് എന്നറിയണം. അഹദും മവാസീഖൊക്കെ മശായിഖന്മാരുടെ ഖാസായ മജ്ലിസിലിരിക്കുന്ന പ്രത്യേകമായ മുരീദുമാർക്കുള്ള അവരുടെ പ്രത്യേക നിർദ്ദേശങ്ങളാണ്. അത് പുറത്ത് വായിക്കാൻ തന്നെ പാടില്ല. എങ്ങനെയുണ്ട്? നല്ല വിശദീകരണമല്ലേ? എന്നാൽ കാട്ടുവളപ്പിൽ നൗഷാദ് മൗലവി ഉണ്ടാക്കിയ പുതിയ ഉസൂല് എന്താണത്? അൽ ബഹറുൽ മൗറൂദിൽ പറഞ്ഞ വിഷയങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ല. അത് പ്രത്യേകക്കാരായ ആളുകൾക്ക് സ്പെഷ്യലായിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് അത് പുറത്തു പറയാൻ പാടില്ല. ഈ ഒരു അഭിപ്രായം മഹാന്മാരായ ഇമാമിയങ്ങൾക്കൊന്നും തിരിഞ്ഞിട്ടില്ല കേട്ടോ. പണ്ഡിതന്മാർക്കൊന്നും ഇത് മനസ്സിലായിട്ടില്ല. പിന്നെ കുരുവട്ടൂരികൾക്ക് ഇത് ഇവിടുന്ന് കിട്ടി. അവർ പറയുന്നത് പോലെ അവർക്ക് മശായിഖന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് കിട്ടുന്നതാണ് ഇതൊക്കെ. ഏതായാലും മഹാനായ ഇമാം യൂസുഫ് നബ്ഹാനി റഹിമഹുല്ല അവിടുത്തെ ശവാഹിദുൽ ഹഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും അതുപോലെ ഡസക്കണക്കിന് കിതാബുകളിലും അൽ ബഹറുൽ മൗറൂദിൽ നിന്നുള്ള ധാരാളം ഉദ്ധരണികൾ നക്കൽ ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം യൂസുഫ് നബ്ഹാനി റഹിമഹുല്ല അവിടുത്തെ ശവാഹിദുൽ ഹഖ് എന്ന ഗ്രന്ഥത്തിന്റെ 318-ാമത്തെ പേജിൽ അൽ ബഹറുൽ മൗറൂദിൽ നിന്നുള്ള ഉദ്ധരണികൾ നക്കൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കണ്ടില്ലേ, ഒരാളോട് പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഖാസായ മുരീദന്മാരോട് മാത്രം പറയേണ്ട അൽ ബഹറുൽ മൗറൂദ് എന്ന കണ്ടുപിടുത്തമല്ലോ. ആ കണ്ടുപിടുത്തത്തിന് മജീദ് ഹസൻ ഉസ്താദ് കൊടുത്ത മറുപടി കിട്ടില്ല. മറുപടി സ്ക്രീനിൽ കാണുന്നത് യൂസുഫ് നബി തങ്ങളുടെ കിതാബാണ്. അങ്ങനെ അവരുടെ കിതാബുകളും വായിച്ചർത്ഥം വെച്ച് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അതിനേക്കാൾ ബഹുരസം, അതിനേക്കാൾ വലിയ രസമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അവസാനം കാണാം. അപ്പൊ ഇതൊന്നും പുറത്തു പറയാൻ പാടില്ലാത്തതാണ് എന്നാണല്ലോ നമ്മുടെ കാട്ടുവളപ്പിൽ നൗഷാദ് മൗലവി പറഞ്ഞത്. മഹാനായ ഇമാം യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാ തങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലേ? ഇത് അൽ ബഹറുൽ മൗറൂദിൽ ഉള്ളതാണ്, ഇത് പുറത്തു പറയാൻ പാടില്ലാത്തതാണ്, അതുകൊണ്ട് ഞാൻ ഈ ശവാഹിദുൽ ഹഖ് എന്ന ഗ്രന്ഥത്തിൽ ഇത് കൊണ്ടുവരാൻ പാടില്ലാത്തതാണ് എന്ന് യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാ തങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. പിന്നെ ആർക്ക് തിരിഞ്ഞ്? നമ്മുടെ കാട്ടുവളപ്പിൽ നൗഷാദ് മൗലവിക്ക് മൂപ്പര പുതിയ ഉസൂൽ പ്രകാരം മൂപ്പർക്ക് തിരിഞ്ഞതാണ്. ഏതായാലും നമ്മൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, അൽ ബഹറുൽ മൗറൂദിൽ മഹാനായ ഇമാം അബ്ദുൽ വഹാബ് ഷറാനി റഹിമഹുല്ലാ എന്താണോ പറഞ്ഞത് അതാണല്ലോ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വായിച്ചത്. അതാണല്ലോ നമ്മുടെ ഉലമാ സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്തത്. അതേ വിഷയം തന്നെയാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി തങ്ങൾ അവരുടെ ശവാഹിദുൽ ഹഖിൽ എടുത്തുദ്ധരിക്കുന്നത്. ചർച്ചയിൽ പ്രസക്ത ഭാഗം കൂടി ഉണ്ട്. അതുകൂടി കേട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒലിപ്പത്ത് നമുക്ക് വരാം. എന്താ ചർച്ചയിൽ പ്രസക്ത ഭാഗം? അതായത് നൗഷാദ് വലിയൊരു കണ്ടുപിടുത്തം, ഭയങ്കരമായിട്ടുള്ള കണ്ടുപിടുത്തം,
ഭയങ്കര പെടലപ്പെട്ടത്. എൻ്റെ ലോകത്തും പുട്ടിൽ തേങ്ങ പോലെ പറയും, ഇതൊക്കെ മശായിഖന്മാരെ മദത് കൊണ്ടാണ്, മശായിഖന്മാരെ മദത് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ അർഫ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ സംസാരിക്കുകയല്ല, ഞങ്ങൾ മശായിഖന്മാർ ഞങ്ങളാകുന്ന മൈക്കയിലൂടെ സംസാരിക്കുക എന്നൊക്കെയുള്ള വലിയ വലിയ വിടുവായത്തും വിടും. മനസ്സിലായി? രണ്ടും ഇൻഷാ അല്ലാഹ് കേൾക്കാം. ഓൻ്റെ സഫാത്തും ബഹുമാനപ്പെട്ട കൂട്ടുകാരൻ മജീദ് ഹസൻ ഉസ്താദ് അത് പൊളിച്ചടക്കുന്ന ഇൻഷാ അല്ലാഹ് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് മുഴുവൻ വീഡിയോ എല്ലാവരും ചാനലിൽ പോയി കാണും. ഷഹറാനി ഇമാമിനെ നിങ്ങളൊന്ന് പഠിക്കേണ്ടതുണ്ട്. മുമ്പ് ഓരോ ലക്ഷ്യത്തിലാണ് കിതാബ് എഴുതുന്നത്. ഫിൽ ഉഹൂദിൽ മുഹമ്മദിയ്യ എന്നൊരു കിതാബുണ്ട് മുമ്പ്, അത് പൊതുവായി വായിക്കാനുള്ളതാണ്. ഫിൽ ഉഹൂദി വൽ മവാസീഖ്, ഫിൽ മവാസീഖ് വൽ ഉഹൂദ് എന്നൊക്കെ പറഞ്ഞാൽ അത് സ്പെഷ്യൽ മജ്ലിസുകളിൽ ഇരിക്കുന്ന ആളുകൾ അവിടെ അവർ പറയുന്ന ബഹുമതികൾ അത് പുറത്തു പറയരുത് അവരോട് പറയുന്നത്. പലർക്കും മനസ്സിലായിട്ടുണ്ടാകും ഏതൊക്കെയാണ് പുറത്ത് പറയാൻ പറ്റിയത്, ഏതൊക്കെയാണ് പുറത്ത് പറയാൻ പറ്റാത്തത് എന്ന്. നല്ല ചൂടുള്ള ഉസൂലാണ്, വേടുത്ത് ചൊല്ലി പിന്നെ കിട്ടൂല. അപ്പൊ ഫിൽ ഉഹൂദിൽ മുഹമ്മദിയ്യ എന്ന ഒരു ഗ്രന്ഥം മഹാനായ ഇമാം ഷഹറാനി തങ്ങൾക്കുണ്ട്. അതിലുള്ളത് പൊതുവായി പറയാനുള്ളതാണ്, അതെല്ലാവരോടും പറയാം. അതേസമയം ഫിൽ മവാസീഖ് വൽ ഉഹൂദ്, ഫിൽ ഉഹൂദി വൽ മവാസീഖ് എന്ന് പറയുന്ന ആ രീതിയിലുള്ള കിതാബ് അത് പുറത്ത് പറയാൻ പാടില്ല. അത് അൽ ബഹറുൽ മൗറൂദ് ഒക്കെ ആ ഗണത്തിൽപ്പെട്ടതാണ്. അൽ ബഹറുൽ മൗറൂദ് ഫിൽ മവാസീഖ് വൽ ഉഹൂദ്. അപ്പൊ അത് ചെയ്യാൻ പാടില്ല, പുറത്ത് പറയാൻ പാടില്ല. അത് സ്പെഷ്യൽ ആളുകളോട് സ്പെഷ്യലായിട്ട് പറയുന്നതാണെന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അത് പുറത്ത് പറയാൻ പാടില്ല. പിന്നെ ഏത് പറയാം? അൽ ഉഹൂദുൽ മുഹമ്മദിയ്യ എന്ന കിതാബിലുള്ളത് പറയാൻ പറ്റും. അതിപ്പോ കാട്ടുവളപ്പിൽ നൗഷാദ് മൗലവി അംഗീകരിച്ച വിഷയമാണ്. എന്നാൽ മഹാനായ ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി റഹിമഹുല്ലാഹ് അവരുടെ അൽ ഉഹൂദുൽ മുഹമ്മദിയ്യ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അൽ ബഹറുൽ മൗറൂദ് എന്ന കിതാബിലുള്ളത് ഉദ്ധരിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, മാനവർകൾ പറഞ്ഞിട്ട് പറയണ്ടേ, അതൊക്കെ ഞാൻ വിശദമായിട്ട് അൽ ബഹറുൽ മൗറൂദിൽ പറയണ്ടേ, അവിടെ നോക്കിക്കോ എന്നും പറയണ്ടേ. ഏത് കിതാബിൽ അത് പറഞ്ഞേ? പൊതുവായി വായിക്കാൻ പറ്റും എന്ന് സർട്ടിഫിക്കറ്റ് കാട്ടുവളപ്പിൽ നൗഷാദ് മൗലവി കൊടുത്തൊരു കിതാബുണ്ടല്ലോ, അൽ ഉഹൂദുൽ മുഹമ്മദിയ്യ എന്ന ആ കിതാബിലാണ് ഷഹറാനി ഇമാം തന്നെ പറയുന്നത്, എന്റെ അൽ ബഹറുൽ മൗറൂദ് എന്ന കിതാബിൽ ഇത് വിശദമായി പറഞ്ഞിട്ടുണ്ട്, അവിടെ നോക്കിക്കോ. وكذلك بسطنا الكلام في عهود الولاة في كتاب البحر المورود فراجعوه إن شئت. അൽ ബഹറുൽ മൗറൂദ് എന്ന കിതാബിൽ അത് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ അവിടെ നോക്കിക്കോ. അൽ ഉഹൂദുൽ മുഹമ്മദിയ്യ. എന്താ സംഭവം? മദതില്ല. മദതുള്ളവർ പഴിച്ചാൽ തിരുത്താൻ എന്തെങ്കിലും പഴു പറ്റിയാൽ പോലും ഒരു തിരുത്തി തരും. ഇതിന് അവസരമില്ല. കണ്ടില്ലേ നൗഷാദിൻ്റെ കണ്ടുപിടുത്തം? ഈ നൂറ്റാണ്ടിലെ എല്ലാ ഗിന്നസ് റെക്കോർഡും കൊടുക്കേണ്ട കണ്ടുപിടുത്തം. ആ കണ്ടുപിടുത്തം പൊളിഞ്ഞ് പാലിച്ചത് ഇത്രയേ ഉള്ളൂ. ഇറ്റിങ്ങളെ തനിച്ച ജാഹിലിങ്ങൾ. ജാഹിൽ മുറക്കബിൻ്റെ അപ്പുറത്തിന് സൂപ്പർലേറ്റീവ് എന്ന് പറയണ്ടോ? അതന്നെ, അതിലപ്പുറത്ത് ഒന്നുമില്ല, അതിലപ്പുറത്ത് ഒരു കുന്തില്ല. കാരണം തനിച്ച ജഹാലത്ത് മാത്രം വിളമ്പാം. സംഘടനയിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയും വൈരാഗ്യം തീർക്കാൻ വേണ്ടിയും ഓരോ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ ഓരോ തെരുവുകൾ തിണ്ടി നടന്ന് ഓരോന്ന് വിളമ്പുക. ഇതിലപ്പുറത്ത് ഇത്തിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ബഹുമാനപ്പെട്ട പേട് ഉസ്താദ് പറഞ്ഞ പിന്നെ മഹാന്മാരായ ഔലിയാക്കൾ ആരിഫീങ്ങൾ അവരുടെ എതിരാളികൾ അവരെ ഇകഴ്ത്താൻ സാധ്യമാകുന്ന അല്ലെങ്കിൽ ഇകഴ്ത്താൻ ഇടയാകുന്ന രൂപത്തിൽ അവരുടെ കറാമത്തുകൾ പരസ്യപ്പെടുത്തരുത്, പറഞ്ഞു നടക്കരുത് എന്ന് ഷഹറാനി ഇമാമിൻ്റെ വ്യത്യസ്തങ്ങളായ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പേട് ഉസ്താദ് പറഞ്ഞു. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അടുത്ത് പറഞ്ഞു. അങ്ങനെയുള്ള ആലിമീങ്ങളൊക്കെ അത് വളരെ വ്യക്തമായി പറഞ്ഞു. ഇവരതിനെന്താക്കാണ്? നമ്മളോടുള്ള വിരോധം കൊണ്ട് ഇവർക്ക് അറിയാണ്ടൊന്നുമില്ല, ആ ഇബാറത്തിൻ്റെ ഒരു അംശം പോലും ഗണ്ണിക്കാനുള്ള യാതൊരു ത്രാണിയില്ല. ഈ സംഘടനാ വിരോധം കൊണ്ട് പുറത്താക്കിയത് ക്ഷീണം തീർക്കാൻ വേണ്ടിയുള്ള ഇടപാടിൽ അതിനെ ഗണ്ണിക്കുന്ന ഇവരുടെ ഷെയ്ഖുണ്ടല്ലോ, കോമാട് അബ്ദുള്ള മൗലവി, ഷെയ്ഖിൻ്റെ വല്ല പ്രസംഗവും ഇവർ അപ്ലോഡ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും? കുറച്ച് മുമ്പ് ഡിലീറ്റ് ആക്കും. ഇവരെ അതിൻ്റെ മുകളിൽ ഷെയ്ഖാണല്ലോ, മുദ്ദബിറാണല്ലോ, പിന്നെ സൽമാൻ ബാവ, മീനങ്ങാടി സലമാൻ എന്തോ പേരുള്ള ആ ചങ്ങായിൻ്റെ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ അയാളുടെ കാര്യങ്ങളോ ഇയാൾ പറയുമോ? പേര് പോലും പറയാൻ മടിയവർക്ക്. ഇവരുടെ സ്വന്തം മുറബികളും മുദബ്ബിറുകളും ആയിട്ടുള്ള ഈ രണ്ട് മനുഷ്യന്മാരുടെ പേര് പറയാൻ പോലും, വ്യക്തമായി പേര് പറയാൻ പോലും, കാലഘട്ടത്തിൻ്റെ മശൈഖന്മാർ, സി എം വലിയുള്ളവരുടെ കഥമിലിരിക്കുന്നവർ എന്നൊക്കെ ഇങ്ങനെ പറയാമെന്നല്ലാതെ അവർ പേര് പോലും പരസ്യപ്പെടുത്താൻ മടിക്കുന്ന ഇവർ എന്ന് മാത്രമല്ല, ഇവർ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയുടെ കറാമത്തുകൾ പറഞ്ഞു നടന്ന് വഹാബികളെ കൊണ്ടും അതുപോലെ തന്നെ എതിരാളികളെ കൊണ്ടും ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയെ പരിഹസിക്കാനും ഇകഴ്ത്താനും താറടിക്കാനും കാരണക്കാരാകുന്ന ഒരു പക്ഷേ വഹാബികൾ ഇവർക്ക് അച്ചാരം നൽകിയിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് പല ആളുകൾ പറഞ്ഞത് ഇവർ വഹാബികളുടെ അച്ചാരം വാങ്ങിയവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവരെ ഷെയ്ഖിൻ്റെ മധുഹും ഇവരെ ഷെയ്ഖിൻ്റെ പേര് പോലും പരസ്യപ്പെടുത്താൻ പേടിയ കാരണം എന്താ? അയാളെ പ്രസംഗം ഞാൻ അപ്ലോഡ് ചെയ്താൽ അത് ക്ലിപ്പാക്കും. അപ്പം ഷെയ്ഖിനെ എന്താക്കുമല്ലോ, മറ്റുള്ള ആളുകൾ എതിരാളികളാകുന്ന ആളുകൾ പരിഹസിക്കല്ലോ എന്നുള്ള പേടി കൊണ്ട് സ്വന്തം ഷെയ്ഖിൻ്റെ സ്വന്തം മീനങ്ങാടി സുലൈമാൻ എന്ന മുദബ്ബിറിൻ്റെ പേരും അഡ്രസ്സൊന്നും പറയാതെ, അവരെ മധുവൊന്നും പറയാതെ, അവരെ പരസ്യപ്പെടുത്താതെ ഈ മീനങ്ങാടി ഷെയ്ഖിനെ അറിയാത്തൊക്കെ ഫോട്ടോ വെച്ചാൽ അങ്ങനത്തെ ആളുകളെ, ഇവരെ സ്വന്തം ആളുകളുടെ പേര് പരസ്യപ്പെടുത്താൻ പേടിക്കുന്ന ഇവർ സി എം വലിയുള്ളാഹിയുടെ പേര് പറഞ്ഞ് നാട് നീളെ തിന്നി നടക്കുക. എത്ര ഫ്രോഡുകളെ കൊണ്ടാണ് ഇവർ ഇൻ്റർവ്യൂ ചെയ്യിപ്പിക്കുന്നത്. ഒരു മടവൂർ കാഫില എന്ന് പറയുന്ന ഒരു ചാനൽ, ആ ചാനലിൽ തിരൂർ താന്നൂർ ഭാഗത്തുള്ള ഒരു ഇക്ബാൽ എന്ന് പറയുന്ന ചങ്ങായി, ആ ചങ്ങായി യുക്തിവാദത്തിൽ നിന്നും ഈ മടവൂർ കാഫിലയിലുള്ള സി എം വലിയുള്ളവരുടെ കറാമത്ത് കണ്ടുകൊണ്ട് സുന്നത്തി ജമാഅത്തിലേക്ക് തിരിച്ചു വന്നതെന്ന് ആഘോഷപൂർവ്വം നൗഷാദൊക്കെ പ്രസംഗിച്ചിരുന്നു. ആഘോഷപൂർവ്വം വലിയ സംഭവമാക്കി കൊണ്ടുനടന്ന് ധാരാളം ഉസ്താദുമാരെ വലിയ പിന്നെ സാത്വികരായ പണ്ഡിതന്മാരൊക്കെ ആ ചങ്ങായി കുറ്റം പറയുന്നുണ്ട്. അതിനൊന്നും ഇവർക്ക് പ്രശ്നമില്ല. ആ ചങ്ങായി തനിച്ച ഫ്രോഡാണെന്ന് ഈ മടവൂർ കാഫിലൊക്കെ പോലും ബോധ്യപ്പെട്ടു. അവസാനം ആ വീഡിയോ പിൻവലിച്ചോടേണ്ടി വന്നു. അങ്ങനെയുള്ള ഫ്രോഡുകളും കള്ളക്കഥകളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് മഹാന്മാരെ സമൂഹത്തിൽ ഇകഴ്ത്താൻ കാരണക്കാരാകുന്ന ഇവർ സി എം വലിയുള്ളാഹിയെ പേര് പറഞ്ഞ് നടക്കുന്നത് തനിച്ച നിഫാഖ് മാത്രമാണ് എന്ന് മാത്രമേ സമയത്ത് പറയാനുള്ളൂ. ഏതായിരുന്നാലും ബാക്കി ഇൻഷാ അല്ലാഹ് അവൻ്റെ ഒലിബത്ത് റൂമൊക്കെ നമുക്ക് വരാം. കൃത്യമാണ് നിങ്ങൾ പറഞ്ഞത്. ഒലിബത്ത് റൂം എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനിന്റെ ആ ആയത്തിന് വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. അത് ശരിയാണ്. ഒലിബത്ത് റൂം എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഇജ്ജ് കുന്നമംഗലത്ത് വെച്ച് പറഞ്ഞൊരു അർത്ഥമുണ്ട്. ആ അർത്ഥം ഒരു തഫ്സീറിലില്ല, ഒരു ഖിറാഅത്തിലുമില്ല. എന്താ അർത്ഥം? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ റോമിനെ കീഴ്പ്പെടുത്തി,
റോമിനെ ഫത്ഹാക്കി എന്ന് പറയുന്ന അർത്ഥമുണ്ടല്ലോ, ആ അർത്ഥം ഒലിബത്തി റൂം എന്ന് പറയുന്ന ആയത്തിനില്ല. അപ്പോൾ നാട് നീളെ തെണ്ടി നടന്ന് വെല്ലുവിളിച്ച് നടക്കുന്ന ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒലിബത്തി റൂം എന്ന് പറയുന്ന ആയത്തോതി അത് മാലിയാണ്. പിന്നെ ഭാവിയിൽ എത്രയോ കാലം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് ഒലിബത്തി റൂം എന്ന് പറഞ്ഞു, ഉടനെ എന്നല്ല വിജയിച്ച് കഴിഞ്ഞു എന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവമായി ഓതിയ ആയത്തിന് അങ്ങനെ ഒരു അർത്ഥം തെളിക്ക്, അങ്ങനെ അർത്ഥം തെളിക്ക്. അതല്ലേ എൻ്റെ ആണത്തം. അല്ലാതെ ഒലിബത്തി റൂമിന് തെറ്റായ അർത്ഥം വെക്കുകയും അത് പിടികൂടിയപ്പോൾ അപ്പുറത്തെ ആയത്തിൻ്റെ ശാദായ ഖിറാഅത്തിൽ ഇങ്ങനൊരു വിശദീകരണം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉരുണ്ട് മറിനൊക്കെ നിർത്തിക്കാളാം. എന്ന് മാത്രമല്ല അപ്പുറത്തെ ആയത്ത് സൈ അകലിബു എന്നുള്ള സീനും സൗഫിയും എന്തിനാ മുതാരിയായ ഫീൽഡിൽ പ്രവേശിപ്പിക്കുന്നുള്ളത് അറിയില്ലേ? മീസാനത്തിന് കുട്ടികൾ ചോദിച്ചാൽ മതി. അപ്പോൾ അത് ഭാവി കാലത്തിൻ്റെ മേലെ അറിയിക്കുന്ന ബിദ്അ് എന്ന് പറയുന്നത് 3 മുതൽ 10 വരെയുള്ള വർഷങ്ങൾ കാലാവധിക്ക് പറയുന്ന ആ കൃത്യമായ ആ കാലാവധിയിൽ തന്നെ സംഭവം നടക്കുകയും ചെയ്ത ഖുർആൻ എന്ത് പ്രയോഗമാണോ പ്രയോഗിച്ചത് ആ പ്രയോഗത്തിൻ്റെ അർത്ഥത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ ആ സംഭവം പുലർന്നിട്ടുണ്ട്. അതല്ലേ ഖുർആൻ്റെ ഇജാസ്. ഖുർആനിൻ്റെ ഇജാസാണ് ഖുർആൻ എന്തൊരു പ്രയോഗമാണോ പ്രയോഗിച്ചിട്ടുള്ളത് സയഗ്ലിബൂന ഫീ ബിദ്അ് സിനീൻ എന്ന് ഖുർആൻ പ്രയോഗിച്ച പ്രയോഗത്തിൽ ബിദ്അ് എന്ന് പറയുന്ന വാക്കിന് എന്താണോ അറബി ഭാഷയിലുള്ള അർത്ഥം ആ അർത്ഥത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ അള്ളാഹു തആല പ്രഖ്യാപിച്ച അള്ളാഹു തആല നടത്തി പിന്നെ പറഞ്ഞ കാര്യം അത് പുലർന്നിട്ടുണ്ട്. അതല്ലേ ഖുർആൻ്റെ ഇജാസായിട്ട് നമ്മളെല്ലാവരും അവതരിപ്പിക്കുന്നത്. നിജ് പറയുന്ന പോലെ തന്നെ സയഗ്ലിബൂന ഫീ ബിദ്അ് സിനീൻ എന്ന് പറഞ്ഞാലും അഥവാ ഉമർ കാലഘട്ടത്തിൽ റോമക്കാരെ മുസ്ലിമീങ്ങൾ പരാജയപ്പെടുത്തി എന്ന് പറയുന്ന അർത്ഥം വെക്കുകയാണെങ്കിൽ പോലും അവിടെയും മഹാന്മാർ മുഫസ്സിരീങ്ങൾ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട് അതും പിന്നെ ബിദ്അ് എന്ന് പറയുന്ന അർത്ഥ പരിധിയിൽ ഉൾക്കൊള്ളുന്ന സമയപരിധിയിൽ തന്നെ പുലർന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഉടനെ എന്നുള്ളതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെ അല്ല, അതെന്നോ കുറേ കാലം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന നടക്കുമ്പോഴേ ഉടനെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഈ ജാതി വിശദീകരണമൊക്കെ എന്താ മനുഷ്യന്മാരുടെ മുമ്പിൽ പറയാൻ പറ്റുമോ നൗഷാദെ? ഇതിൻ്റെ കാട്ടുകുളപ്പിൽ നൗഷാദെ മനുഷ്യന്മാരുടെ മുമ്പിൽ പറയാൻ പറ്റുമോ? ഉടനെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാണോ എത്ര കാലം കഴിഞ്ഞിട്ടാണോ ആ കാര്യം നടക്കുന്നത് അപ്പോഴാണ് ആ ഉടനെ. ഉടനെ എന്ന് പറയാം. അവിടെ ഉടനെ അർത്ഥം അതൊരു 10-50 കൊല്ലം കഴിഞ്ഞിട്ട് നടക്കുന്ന സംഭവമാണെങ്കിൽ അന്ന് ഇജാതി വിടുവായിത്തല്ലാതെ എന്ത് പറയാനാ? അതുകൊണ്ട് പിന്നെ ബിദ്അ് സിനീൻ എന്നതിലേക്ക് ഇനി ചാടാൻ നോക്കണ്ട. ചാടിയിട്ടും കാര്യമില്ല ഞങ്ങളുടെ തെളിവില്ല. ഒലിബത്തി റൂമിന് പറഞ്ഞ അർത്ഥം ഉണ്ടെന്ന് ഏതെങ്കിലും പ്രാമാണികമായിട്ടോ വൈഫായിട്ടുള്ളോ തഫ്സീറിനോ അതായത് ഖിറാഅത്തുന്നോ എവിടെയെങ്കിലും തെളിയിക്കുക. അതല്ലേ ചെയ്യേണ്ടത്. എന്നിട്ട് ഒലിബത്തി റൂമിൻ്റെ അർത്ഥം എന്നിട്ട് പൊട്ടത്തരം വെച്ചിട്ട് പിടികൂടിയപ്പം ബിദ്അ് സിനീൻ ഞാൻ ചാടി. ബിദ്അ് സിനീനെ കുറിച്ചാണ് പോകേണ്ട ചർച്ച. ഓനിപ്പോൾ പറഞ്ഞിട്ട് വിചാരിച്ചെന്താ സയഗ്ലിബൂന ഫീ ബിദ്അ് സിനീൻ എന്ന് പറയുന്ന ആയത്തിന് പിന്നെ എന്തൊക്കെ തഫ്സീർ ഉണ്ട് എന്നുള്ള ചർച്ചയുടെ എന്തിനത് കൊണ്ടുവന്നത് എന്താ അർത്ഥം വെച്ചെന്ന് പോകാൻ ഓർമ്മയില്ല. സയഗ്ലിബൂന ഫീ ബിദ്അ് സിനീൻ എന്ന് പറയുന്ന ആ ഭാഗത്തിന് പരിശുദ്ധ ഖുർആനിലെ ആയത്തിന് എന്തൊക്കെ അർത്ഥങ്ങൾ മുഫസ്സിരീങ്ങൾ വെച്ചിട്ടുണ്ട് എന്നൊരു ചർച്ചയാണ് ഇവിടെ പ്രധാനപ്പെട്ട ചർച്ച എന്ന് പോകാൻ അവതരിപ്പിക്കുന്നത്. ഇനി ബിദ്അ് സിനീനിലേക്ക് ചാടുന്ന രംഗം കാണാം. എത്ര കൊല്ലം എന്ന് പറഞ്ഞില്ല, എത്ര കൊല്ലാന്ന് മനസ്സിലായത് അത് വിജയിച്ചപ്പോഴാണ്. എന്തൊരു വിടുവായിത്തന്നെ പക്ഷേ ബിദ്അ് സിനീൻ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ എന്താണോ അതിൻ്റെ അർത്ഥമുള്ളത് അർത്ഥപരിധി എന്താണോ ഉള്ളത് ആ പരിധിക്കകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ സംഭവം നടന്നത്. ബിദ്അ് എന്ന് പറയുന്ന അർത്ഥപരിധിയിൽ പെടാത്തൊരു സമയത്തല്ല ഏത് തഫ്സീർ വെച്ചാലും സയഗ്ലിബു എന്ന് വെച്ചാലും സയഗ്ലബു എന്ന് വെച്ചാലും. പിന്നെ അങ്ങനെ ഉടനെ എന്നുള്ളത് ഉടനെ അർത്ഥമല്ല, അത് കുറേ കാലം കഴിഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ടും 50 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും ഉടനെ എന്നൊക്കെ പറയാം എന്നൊക്കെ വിടുവായിത്തം പറയാൻ എനിക്ക് തൊലിക്കെട്ടി വല്ലാന്ന് സമ്മതിക്കണം. ഏതായാലും ഇത് എൻ്റെ ഷെയ്ഖ് എനിക്ക് ഇജാസത്ത് തന്ന എൻ്റെ ഷെയ്ഖിൻ്റെ പ്രത്യേക നിർദ്ദേശമുള്ള അൽ ബഹറുൽ മദീദ ബിദ്അിനെ കുറിച്ചുള്ള വിശദീകരണം പറയുന്നു. വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ആ ആയത്തിന്റെ ഒരു അർത്ഥമാണിത്. ഇനി അതേ ആയത്തിന്റെ വേറൊരു അർത്ഥമാണ് ഇത്. പേർഷ്യക്കാർക്കെതിരിൽ റോം വിജയിച്ചു. ഇപ്പം നൗഷാദേ എന്താ ചുളിവ്? സയഗ്ലിബൂന ഫീ ബിദ്അ് സിനീൻ വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്അ് സിനീൻ എന്ന ആയത്തിന് എത്ര അർത്ഥമുണ്ട്, എന്തൊക്കെ തഫ്സീറുണ്ട് എന്നതാണ് ചർച്ച എന്ന് വരുത്തി തീർക്കണ്. അതല്ല ചർച്ച. ബിദ്അ് സിനീനും സയഗ്ലിബൂൻ എന്ന് ചോദിയിട്ടില്ല. എൻ്റെ വിഷയം ഒലിബത്തി റൂം മാലി പറഞ്ഞതായിരുന്നു എൻ്റെ വിഷയം. അപ്പോഴല്ലേ എൻ്റെ ഉടനക്ക് തെളിവായിട്ട് ഉടനെ എന്നതിന് കൊല്ലങ്ങൾക്ക് ശേഷം നടക്കുന്ന സംഭവത്തെക്കുറിച്ചും ഉടനെ എന്ന് പറയും എന്നതിന് തെളിവാവുള്ളൂ. സയഗ്ലിബൂന ഫീ ബിദ്അ് സിനീൻ ആണെങ്കിലും ശരി സയഗ്ലബൂന ഫീ ബിദ്അ് സിനീൻ ആണെങ്കിലും ശരി രണ്ടും ഇജ് പറയുന്ന എൻ്റെ ഉടനെയുടെ സിദ്ധാന്തത്തിന് ഒരിക്കലും എന്തല്ലല്ലോ തെളിവല്ലല്ലോ. ഇപ്പോൾ ചർച്ചനെ വഴി മാറ്റിയിട്ട് സയഗ്ലിബൂന ഫീ ബിദ്അ് സിനീൻ എന്നതിന് എത്ര അർത്ഥം മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നൊരു ചർച്ചയിലേക്ക് വല്ലാത്ത കണ്ടുപിടുത്തം. അതിൽ ആർക്കവിടെ തർക്കമുള്ളത്? അതിലാണോ തർക്കമുള്ളത്? ഒലിബത്തി റൂം എന്ന് പറയുന്ന റോമയും പേർഷ്യയും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് ഒന്നുകിൽ റോം പേർഷ്യയെ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ പേർഷ്യ റോമിനെ പരാജയപ്പെടുത്തി എന്നിങ്ങനെയുള്ള രണ്ട് വ്യാഖ്യാനമല്ലാത്ത മറ്റൊരു വ്യാഖ്യാനമില്ല. അതാണ് തെളിയിക്കേണ്ടത്. ഒലിബത്തി റൂമിന് ഉമറുള്ളാഹിന്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ റോമിനെ കീഴടക്കി ഫത്ഹാക്കി എന്ന് പച്ചയായ മലയാളത്തിൽ ഇത് കുന്നമംഗലത്തിൽ അർത്ഥം പറയുകയും ഇപ്പം അതിനാ ബിദ്അ് സിനീനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് കോട്ടി മാറ്റുകയും ചെയ്യുന്ന ഗതികേട് എന്തിനാണ്? സമയിച്ച പോലെ അന്ന് ഞാൻ അറിയാതെ അന്തല്ലാതെ പറഞ്ഞതാണ്. സമയിച്ചാൽ മതി. മനസ്സിലായില്ലേ? വലിയ തെളിവാണ്. ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമയുടെ പുസ്തകത്തെ കുതിര കയറാൻ വന്ന കുരുവട്ടൂരി പെട്ട ഒരു ഊരാകുടുക്ക് വല്ലാത്തൊരു കഷ്ടം തന്നെ. അതൊരു ബാക്കി പറയട്ടെ. ഇനിയിപ്പോൾ എന്താ പ്രശ്നം? ഒന്നുമില്ല. നിങ്ങൾ ഒലിബത്തി റൂം ഓതി ഈ തഫ്സീർ അനുസരിച്ച് മഅറൂഫിന്റെ സിഗ കൊണ്ടുവരണം. ഒലബത്തി റൂം എന്നല്ലേ വായിക്കേണ്ടത്. നിങ്ങൾ ഓതിയത് ഒലിബത്തി എന്നാണ്, അർത്ഥം പറഞ്ഞ ഒലബത്തി എന്നാണ്. തീർച്ചയായിട്ടും പ്രശ്നം തന്നെയാണല്ലോ. തീർച്ചയായിട്ടും പ്രശ്നമാണ്. ഒലിബത്തി റൂം എന്ന് ചോദി എന്തിനു വേണ്ടി? ഒരു തെളിവായിട്ട് ഉടനെ എന്നൊക്കെയുള്ള വാക്കുകൾ കുറേ കാലം ശേഷം നടക്കുന്ന പ്രവൃത്തികളെക്കുറിച്ചും പറയും എന്നതിൻ്റെ വലിയ കണ്ടുപിടുത്തത്തിൽ തെളിവായിട്ട് ഒലിബത്തി റൂം നോതി അതിന് തെറ്റായ അർത്ഥം വെച്ചു. ആരും പറയാത്ത അർത്ഥം വെച്ചത്. അങ്ങനെ കുടുങ്ങിയപ്പോൾ എന്തായി? വേറെ ഷാദായ ഖിറാഅത്തിലുള്ള ഒലബത്തി റൂം എന്ന് പറയുന്ന ഷാദായ ഖിറാഅത്തിൽ സയഗ്ലബൂന ഫീ ബിദ്അ് സിനീൻ എന്ന് പറയുന്ന ഒരു മജ്ഹൂലിനെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് എന്നുകൊണ്ട് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അല്ല അങ്ങനെ ഒരു ഷാദായ ഖിറാഅത്ത് നേരെ കണ്ട് പറഞ്ഞ ആളാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നേരത്തെ എന്തല്ല പറയേണ്ടത്? ഒലബത്തി റൂം എന്നല്ല പറയേണ്ടത്. ഇത് ഖിറാഅത്തിൻ്റെ മത്സരമാണോ അവിടെ? അല്ലെങ്കിൽ വലിയ ഖുർആൻ പാരായണ മജ്ലിസാണോ?
ഏതായാലും ഈ വിഷയമായി ബന്ധപ്പെട്ട് തനിച്ചൊരു സഫാത്വം പറയുന്നത് കൂടി കേൾക്കാം. ഖുർആനിന്റെ ബാലപാഠം പഠിച്ചിട്ടില്ല. ഒരു ഖുർആൻ അതിന്റെ ഖിറാഅത്ത് ഓതുമ്പോൾ അതിന് നമ്മുടെ കാര്യം എന്താ ഓതി ആ ഓത്ത ഓതുക. നമ്മളെ ഖിറാഅത്ത് ഏതാ? ഒലിബത്തി റൂന്നാണ്. അപ്പൊ ആയത്ത് ഓതുമ്പോൾ അങ്ങനെ തന്നെ മുതല് ഏതായാലും അടുത്ത ന്യായീകരണത്തിൽ ഒലിബത്തി റൂം ഓതി അർത്ഥം തെറ്റിച്ച് ഓതി. പിന്നെ പറഞ്ഞത് ഷാദായ ഖിറാഅത്ത് അനുസരിച്ചുള്ള അർത്ഥമാണ്. അത് ഒലിബത്തി റൂമിനല്ല, ഒലിബത്തി റൂമിന് ശേഷമുള്ള ആയത്തും അതിനപ്പുറത്തുള്ള ആയത്തും കൂടി കൂട്ടിയിട്ടുള്ള അർത്ഥമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊക്കെ പറഞ്ഞു. ഇപ്പം 20 സൈതം പിടികൂടി. ആ ഷാദായ ഖിറാഅത്ത് അനുസരിച്ചുള്ള തഫ്സീറാണ് വിശദീകരണം പറഞ്ഞതെങ്കിൽ ഷാദായ ഖിറാഅത്തല്ല ഓതേണ്ടത്, അതല്ല ഉദ്ധരിക്കേണ്ടത്. അത് ഉദ്ധരിക്കാതെ ഒലിബത്തി റൂം എന്ന് പറയുന്ന മഷൂറായിട്ടുള്ള ഖിറാഅത്ത്, ആ ഖിറാഅത്ത് ഓതുകയും അതിൻ്റെ അർത്ഥമല്ലാത്ത അർത്ഥം വെക്കുകയും ചെയ്തപ്പോൾ 20 സൈതം പിടികൂടിയപ്പം പറയാം നമ്മൾ ഇമാമിൻ്റെ ഖിറാഅത്തേ ഓതാൻ പാടുള്ളൂ. ഓ എന്താ കണ്ടുപിടുത്തം. ഇവർ ഈ മന്ദിക്കിൻ്റെ കിതാബൊക്കെ കുരുവട്ടൂർ ആലയത്തിലെ കുട്ടികൾക്കും വയസ്സന്മാർക്കും പമ്പസാക്കി കൊടുത്തിട്ട് ഈ മന്ദിക്കിനൊക്കെ പിന്നെ ബഹിഷ്കരിച്ചതുകൊണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ടും ഇമാമിങ്ങളൊക്കെ തള്ളിപ്പറഞ്ഞ് കുതിര കയറിയതിൻ്റെ ഭവിഷ്യത്താണത്. ഫിഖ് പോലും ഈ ഹൈവാന്മാർക്ക് അറിയില്ലല്ലോ. ഫിഖ് പോലും ഈ വട്ടൂരികൾക്ക് അറിയില്ല എന്നുള്ള വല്ലാത്ത സങ്കടം തന്നെ. എൻ്റെ പൊന്നാര നൗഷാദെ ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മുഴുത്തമതായാലും ഇമാമിൻ്റെ ഖിറാഅത്തെ ഓതാൻ പാടുള്ളൂ എന്നവർ ഖുർആൻ എന്ന കസ്തോട് കൂടിയല്ലേ ആ ഫത്തുൽ മുനിൽ ഖുർആൻ മുതൽ ഹറാമാവുന്നിടത്തുള്ള ചർച്ചകൾ നോക്കിക്കൂടെ? ഞാനത് കൂട്ടി നോക്ക്. കിതാബുകൾ ഫിഖും അറിയില്ല, ആദർശവും ഇല്ല, നിലപാടും ഇല്ല എന്ന പറഞ്ഞ വിഷയത്തിന് യാതൊരുവിധ താലിം പാലും ഇല്ലാത്തൊരു കൗമ്. അതിനേക്കാൾ രസം ഇവൻ തന്നെ പറയുന്നുണ്ട്. അത് തഫ്സീർ പറയുമ്പോൾ പിന്നെ അത് പറയാറുണ്ട്, തഫ്സീറുകളൊക്കെ പറയാറുണ്ട്. തഫ്സീർ വിശദീകരണം പറയുമ്പോഴും അതുപോലെ തന്നെ തെളിവ് പറയുമ്പോഴൊക്കെ ഷാദായ ഖിറാഅത്ത് ഉദ്ധരിക്കാൻ പാടില്ല എന്നോട് ആരാ പറഞ്ഞത്? അത് ഖുർആനാന്നുള്ള കസ്തോട് കൂടി ഷാദായ ഖിറാഅത്ത് ഓതാൻ പാടില്ല. അതെല്ലാവർക്കും പറഞ്ഞ മനസ്സിലല്ലേ? ഇവിടെ ആമാശയ മുന്നേറ്റത്തിൻ്റെ വേദി പറഞ്ഞാൽ പിന്നെ ഖുർആനത്തിൻ്റെ മത്സരം അവിടെ മരിച്ചോക്ക് വേണ്ടിയില്ല ഖുർആൻ മജ്ലിസാ. ഇവരെവിടുന്ന വരുന്നത്? നിങ്ങൾ പറയുന്ന ഒരു ആശയത്തിൻ്റെ തെളിവായി ഉദ്ധരിക്കുന്ന ആയത്ത് അത് ഷാദായ ഖിറാഅത്തുള്ള ആയത്താണെങ്കിൽ അത് ഉദ്ധരിക്കണം. അത് ഉദ്ധരിക്കുന്നത് വിരോധമുള്ളത്. ഷാദായ ഖിറാഅത്ത് തെളിവിന് വേണ്ടിയോ തഫ്സീർ പറയാൻ വേണ്ടിയോ ഉദ്ധരിക്കാൻ പാടില്ല, അലലിത്തിലൊക്കെ ഉദ്ധരിക്കാൻ തന്നെ പാടില്ല എന്ന് ഏതെങ്കിലും തലച്ചുള്ള മനുഷ്യന്മാർ സംസാരിക്കുമോ? എന്താണ് ഈ പറഞ്ഞത്? ചുരുങ്ങിയത് ഫിഖെങ്കിലും പഠിക്കണ്ടേ? പണ്ട് ഖാദിയാനികളുമായി സംവാദം ഉണ്ടായപ്പോൾ നമ്മുടെ ആലിമീങ്ങൾ മക്കാന മുഹമ്മദ് അബാഹദി മിൻ റിജാലിക്കും വലാക്കി റസൂലല്ലാഹ് വഖാതമൻ നബിയ്യീൻ വകാനല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ സൂറത്തുൽ അഹ്സാബിലെ ആയത്ത് ഓതിക്കൊണ്ട് അവരെ ഗണ്ണിക്കാൻ വേണ്ടി ഓതിയത് ഖാതമൻ നബി എന്നുള്ള മഷൂർ. നമ്മൾ ഇമാമിൻ്റെ ഖിറാഅത്ത് മാറ്റി ഖാത്തിമൻ നബി എന്ന് ഓതിയ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? എങ്ങനെ ഖാദിയാനികൾ എന്ത് ചെയ്തു? ഖുർആൻ മാറ്റി ഓതി എന്ന് പറഞ്ഞ വലിയ സംഭവമാക്കി കൊണ്ടുവന്ന് നടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ തെളിവ് ധരിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഖിറാഅത്ത് ഓതുന്നതിന് യാതൊരു വിരോധമില്ല. പക്ഷേ നൗഷാദ് സത്യം പറഞ്ഞാൽ ഒലിബത്ത് റൂമിൻ്റെ അർത്ഥം അവർക്ക് അറിയില്ലായിരുന്നു. സാധുവിന് തെറ്റിദ്ധരിച്ചിരുന്നു. ഉമർദാൻ്റെ കാലഘട്ടത്തിൽ റോമിനെ കീഴടക്കിയതാണ് ഒലിബത്ത് റൂമിൻ്റെ അർത്ഥം എന്നാണ് മൂപ്പരാൾ മനസ്സിലാക്കി വെച്ചത്. സാധു ഓതി അർത്ഥം തെറ്റിച്ച് പറഞ്ഞു, കുടുങ്ങി. ഇപ്പം ഷാദായ ഖിറാഅത്തൊക്കെ കിടന്നിങ്ങനെ വരകാണ്. ഏതായിരുന്നു വേണ്ടി ചരിത്രം അറിയില്ലെങ്കിൽ ആ അൻവരിനോട് ചോദിച്ചാൽ പറയാം. ചരിത്ര പണ്ഡിതനല്ലേ? ചരിത്ര പണ്ഡിതൻ പറഞ്ഞാൽ 1930 ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ വരക്കൽ മുല്ലക്കോയ തങ്ങളും പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും പിന്നെ അഹമ്മദ് കോയ ഷാലിയാ തീമാം അങ്ങനെയുള്ള വലിയ വലിയ ആരിഫീങ്ങളായ ഔലിയാക്കളായ വലിയ മഹത്തുക്കൾ നേതൃത്വം കൊടുത്തിരുന്ന കാലഘട്ടത്തിൽ 1930 സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഔദ്യോഗികമായിട്ട് പ്രമേയം പാസാക്കി കൊണ്ടോട്ടി കൈക്കാർ വെച്ചവരാണ്, വ്യാജന്മാരാണെന്ന് പാസാക്കി. ഇപ്പോൾ എല്ലാ വ്യാജന്മാരും കള്ളന്മാരും വെള്ളപുഷ നടക്കുന്ന ഗുരുവട്ടൂരികൾ കൊണ്ടോട്ടിയും നൂരിശയും ശംസുലുലമയുടെ മധും നടക്കണല്ലോ. ശംസുലുലമയും അതുപോലെയുള്ള വലിയ വലിയ എല്ലാ അലിമീങ്ങളും ഈ പറയുന്ന പിയച്ച ത്വരീക്കത്തുകാരെല്ലാം നിശിതമായി അവർക്ക് വിമർശിച്ചു. ഇപ്പോൾ അവരെ എന്തുകൊണ്ട് പേച്ചു എന്ന് ചോദിച്ചടക്കുക. രണ്ട് ഈ പേച്ച കള്ളത്തൊരീക്കത്തുകാരെ ശംസുലുലമയും എല്ലാ അലിമീങ്ങളും എതിർത്ത കള്ളത്തൊരീക്കത്തുകാരെ പേറി നടക്കും ചെയ്യുക. പിന്നെ അവർക്കെന്ത് പേച്ചു എന്ന് ചോദ്യം ചോദിച്ചടക്കുക. ഉളുപ്പില്ല ചങ്ങൈമാരങ്ങൾക്ക്. എന്തിനാണ് വെറുതെ വഷളാവാൻ വേണ്ടി ഓരോ പൊട്ടത്തിലേക്ക് ഊരി തണ്ടുന്നത്? അപ്പോൾ അൻവരി അന്നൊരു വലിയ കണ്ടുപിടുത്തം നടത്തിയിരുന്നു. ചരിത്ര പണ്ഡിതനാണ്. എന്താ കണ്ടുപിടുത്തം? 1930 ഈ സമസ്ത കൊണ്ടോട്ടി കൈക്കാർക്കെതിരെ പ്രമേയം പാസ്സാക്കുന്നതിൻ്റെ മുമ്പ് തന്നെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ വഫാത്തായിട്ടുണ്ട്. ഓ ഭയങ്കര കണ്ടുപിടുത്തം. അതോടെ നമ്മൾ പ്രവർത്തകർ ഫോം വിളിച്ച് ചോദിച്ചു. ബഹുമാനപ്പെട്ട എം എ ഉസ്താദിനെ പോലെയുള്ള പരിശുദ്ധമായ പിന്നെ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരുടെ കിതാബുകൾ തിരിച്ചുകൊണ്ട് അന്ന് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ വഫാത്തായിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പം അൻവരി കിടന്നിങ്ങനെ മുരളുക. അങ്ങനത്തെ ചരിത്ര പണ്ഡിതന്മാരുള്ള ടീമല്ലേ? ചോദിച്ചു നോക്ക്. ഇങ്ങനെ മറ്റ് ഖിറാഅത്തുകൾ തെളിവായിട്ട് ഉദ്ധരിച്ച ചരിത്രം നമുക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചു അന്വേഷിച്ചു നോക്ക്. ഏതായിരുന്നാലും വല്ലാത്ത കണ്ടുപിടുത്തായി പോയി. ഒലിബത്ത് എന്നിടത്ത് ഒലബത്ത് എന്നൊരു ഖിറാഅത്തുണ്ട്. അത് ചില്ലറ ആളുകളുള്ള ഖിറാഅത്തല്ല. അലിയാരി തങ്ങൾ എങ്ങനെയാ ഓതിയത്? അബൂ സഈദ് അൽ ഖുദരി തങ്ങൾ എങ്ങനെയാ ഓതിയത്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ എങ്ങനെയാ ഓതിയത്? അവരൊക്കെ ഓതിയത് പ്രകാരമുള്ള അർത്ഥാണ് റോമിൽ മുസ്ലിമീങ്ങൾ വിജയിക്കുമെന്നത്. പേടിപ്പിക്കണേ സ്വഹാബത്തിന്റെ പേര് പറഞ്ഞിട്ട്. എൻ്റെ പൊന്നാര നൗഷാദെ, ഏത് ഖിറാഅത്താണെങ്കിലും ഷാദാണെങ്കിലും ളൈഫാണെങ്കിലും ഇജിപ്പോൾ ഉദ്ധരിച്ച ളൈഫായ ഖിറാഅത്തിനേക്കാൾ ളൈഫായിട്ടുള്ള ഖിറാഅത്ത് എടുത്താലും അതിൻ്റെയൊക്കെ റാവിമാരിൽ ആദ്യം ഉണ്ടാവും സ്വഹാബികളാ. എല്ലാ ഖിറാഅത്തിൻ്റെയും റാവിമാരിൽ ആദ്യം സ്വഹാബിയിലുണ്ടാവുള്ളൂ. അതുകൊണ്ട് വലിയ സംഭവം പറയാം. ആരാന്നറിയോ ഉദ്ധരിച്ചത്? ആരാന്നറിയോ? തവാത്തുറോട് സ്ഥിരപ്പെടാത്ത കാലത്തോളം അത് മഷൂറല്ല. 10 ഖിറാഅത്തിൽ ഒരിക്കലും എണ്ണാൻ പറ്റില്ല. പോട്ടെ, ഇനി 10 ഖിറാഅത്തിൽ പെട്ട ഖിറാഅത്താണെങ്കിലും അല്ലെങ്കിലും ഷാദാണെങ്കിലും ളൈഫാണെങ്കിലും എന്തായാലും വേണ്ടില്ല. ആ ഖിറാഅത്ത് കൊണ്ട് ഇജ് പറയുന്ന ആശയം സ്ഥിരപ്പെടുത്താൻ കഴിയോ? ഒലിബത്തി റൂം എന്നതിന് ഒലബത്ത് റൂം ഉണ്ടായാലും ശരി, ഈ ഒലിബത്തി റൂമിന് അർത്ഥം തെറ്റല്ലേ? ഉമറുല്ലാന്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ റോമിനെ പരാജയപ്പെടുത്തി എന്ന് പറയുന്ന അർത്ഥം ഒലിബത്തി റൂമിനില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്തുണ്ടായതുകൊണ്ട് എന്ത് കാര്യം? നീ തന്നെ നിൻ്റെ ഷെയ്ഖിനൊക്കെ ഇജാസത്ത് തന്ന, നിനക്ക് സമ്മതം തന്ന, വലിയ ആശീർവാദം തന്ന് എന്നോട് പഠിക്കാൻ വേണ്ടി പറഞ്ഞ തഫ്സീറാണ് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് തങ്ങളുടെ അൽ ബഹറുൽ മദീദ് എന്ന് പറയുന്ന തഫ്സീർ എന്ന് പറയുന്നല്ലോ. ആ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കി പറയുന്നോ നൗഷാദെ? ആ തഫ്സീർ നോക്ക്, ആ തഫ്സീർ വായിച്ചു നോക്ക്. എന്താ ഇബ്നു അജീബ് തങ്ങൾ പറയുന്നത്? ഇത് ഉദ്ധരിച്ച ഷാദായ ഖിറാഅത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നതാ. ഇപ്പോൾ കുരിയ ഓതപ്പെട്ടിട്ടുണ്ട് ഒലബത്ത് ബിൽ ഫത്ഹി, ഫത്ഹ് കൊണ്ട് ഒലബത്ത് എന്ന് ഓതപ്പെട്ടിട്ടുണ്ട്. വസയുലബൂന ബിൽ ലമ്മി, ലമ്മ് കൊണ്ട് യുലബൂന എന്ന് ഓതപ്പെട്ടിട്ടുണ്ട്. വമഅനാഹു, അതിൻ്റെ അർത്ഥം അന്നർ റൂമ ഒലബു അലാ റൈഫി ഷാം വസയഗ്ലിബുഹുമുൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ അവരെ പരാജയപ്പെടുത്തും.
വഖദ് വസാഹുമുൽ മുസ്ലിമൂന ഫി സനത്തി താസിഅത്തി മിൻ നുസൂലിഹാ. എത്ര കറക്റ്റാ? വഖദ് വസാഹും അൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ റോമാ സാമ്രാജ്യത്തോട് യുദ്ധം ചെയ്തു ഫി സനത്തി താസിഅത്തി 9-ാം വർഷം മിൻ നുസൂലിഹാ. ഈ ആയത്ത് ഇറങ്ങിയത് മുതൽ 9 വർഷം കഴിഞ്ഞ് മുസ്ലിമീങ്ങൾ റോമിനോട് യുദ്ധം ചെയ്തു. വഫതഹു, അങ്ങനെ മുസ്ലിമീങ്ങൾ ജയിച്ചടക്കി. ബഅദ ബിലാദിഹിം, അവരുടെ ചില നാടുകളെ, അവരുടെ രാജ്യത്തിൻ്റെ ചില പ്രദേശങ്ങളെ മുസ്ലിമീങ്ങൾ ജയിച്ചടക്കി. എത്ര കൃത്യമാണ്! ബിദ്അ എന്ന് പറയുന്നതിന് 3 മുതൽ 10 വരെ, 10 വർഷത്തിനുള്ളിൽ എന്നർത്ഥം വെക്കാം. ആ അർത്ഥം എത്ര കൃത്യമായി പുലർന്നു! ഈ പറയുന്ന ഷാദായ ഖിറാഅത്ത് പ്രകാരം പോലും അതിൻ്റെ അർത്ഥം മുഫസ്സിരീങ്ങൾ എങ്ങനെയല്ല വിശദീകരിക്കുന്നത്? കുറഞ്ഞ വർഷം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ കുറഞ്ഞ വർഷത്തിന് പരിധി കഴിഞ്ഞിട്ടാണല്ലോ വിജയം നടന്നത് എന്നല്ല. ബിദ്അ എന്ന് പറയുന്ന പദത്തിന് എന്താണോ അർത്ഥം, ആ അർത്ഥത്തിൻ്റെ കൃത്യത പരിശുദ്ധമായ ഖുർആനിൻ്റെ ആ പ്രഖ്യാപനം പുലർന്നപ്പോൾ നടന്നിട്ടുണ്ട്. ഇത് ഏജാസാണ്. ഖുർആനിൻ്റെ ഏജാസ് അപ്ലൈ ഉണ്ടാവുള്ളൂ. ഒരു പദം പ്രയോഗിക്കുക, അത് എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ പറയാം ഞങ്ങൾ ഉദ്ദേശിച്ചതായിരുന്നു എന്ന് പറയാം. അതൊക്കെ അന്നെ പോലത്തെ സ്ഥിരത ഇല്ലാത്ത ആളുകൾക്കുള്ള സംസാരമല്ലേ? അള്ളാൻ്റെ കലാമിനും മുത്തുനബിയുടെ കലാമിനും എൻ്റെ സംസാരം മാറിയുള്ള വ്യാഖ്യാനം കൊടുക്കേണ്ടത്. അപ്പോൾ ബഹറുൽ മദീദ് എന്ന് പറയുന്ന തഫ്സീർ എല്ലാ തഫ്സീറുകളും വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആരും സയ്യുലബൂന എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഭാവി കാലത്തെക്കുറിച്ച് കുറിക്കാനാണ് ആ പ്രയോഗം എന്നുള്ളത്. അപ്പം സയ്യുലബൂന, റോമക്കാർ അവർ കീഴടക്കപ്പെടും, പരാജയപ്പെടും ഫീ ബിദ്ഇ സിനീൻ, 10 വർഷത്തിനുള്ളിൽ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അക്ഷരം പ്രതി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ആ പറഞ്ഞ വാചകങ്ങളുടെ പിന്നെ കൃത്യമായ അർത്ഥം എന്താണോ അതേ അർത്ഥത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് റോമ സാമ്രാജ്യത്തെ മുസ്ലിമീങ്ങൾ പരാജയപ്പെടുത്തിയത്. സംഭവം നടക്കുമ്പോൾ ഒരിക്കലും ബിദ്അ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും കാലമൊന്നും നീണ്ടുപോയിട്ടില്ല. അങ്ങനെ നീണ്ടുപോയിക്കണമെങ്കിൽ ഒരു പക്ഷേ തെളിവാക്കാമായിരുന്നു. അതുമില്ല. പിന്നെ എന്തർത്ഥത്തില്ല? ഉടനെ എന്ന് പറഞ്ഞാൽ 10-15 കൊല്ലം അല്ലെങ്കിൽ 50 കൊല്ലം കഴിഞ്ഞ് ഖിയാമത്ത് നാൾ വരെ പിന്നെ അതിന് കാലാവധിയുണ്ട് എന്ന പൊട്ടത്തരം വിളിച്ച് പോകുന്നതിന് എന്ത് അർത്ഥമാണ് ഉള്ളത്? എൻ്റെ പൊന്നാര നൗഷാദേ, ഒരു ചെറിയ സ്ഥലകാല ബോധം ഉണ്ടെങ്കിൽ ഇജാതി പൊട്ടപ്പോയത്വം വിടുവായിത്വം അണ്ട് വലിയ വീമ്പളക്കലും യാതൊരു കുറവില്ലല്ലോ. പറയുന്നത് മുഴുവൻ ജഹാലത്തും സഫാഹത്തും, എന്നാൽ തൊള്ളയ്ക്ക് യാതൊരു കുറവില്ല. എന്തൊരു കഷ്ടൻ്റെ കഷ്ടം! ഇത് കേട്ട് അണ്ണാക്ക് തുറന്ന് വിഴുങ്ങുന്ന ഒരു പറ്റം അന്ധന്മാരായിട്ടുള്ള ഒരു പറ്റം പിന്നെ അനുയായികളും ഒരു പറ്റം കുഞ്ഞാടുകളും എൻ്റെ മുമ്പിൽ എന്നും ഇരിക്കാനുണ്ട്. ഏത് പ്രസംഗത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരേ മേട്ടറാ. എന്നെല്ലോടത്തും ഇത് കേൾക്കാനുള്ളവരും ഒന്നാണ്, പ്രസംഗിക്കാനുള്ളവരും ഒന്നാണ്, പ്രസംഗിക്കുന്ന വിഷയം ഒന്നാണ്. ഇജാതി ഇത്രയും നിലവാരം തകർന്ന് ഒരു പ്രസ്ഥാനത്തെ നിന്നും ചെവിക്കുന്നി പിടിച്ച് പുറത്താക്കിയതിൻ്റെ അരിശം തീർക്കാൻ 12-13 കൊല്ലമായി. അതിനേക്കാൾ രസമുണ്ട് നൗഷാദിനെ സംബന്ധിച്ചിടത്തോളം. ഉടനെ എന്ന് പറഞ്ഞാൽ കുറേ കൊല്ലം കഴിഞ്ഞെന്നുള്ളതാണ് ഓൻ്റെ പിന്നെ കൺസെപ്റ്റ് പ്രകാരം, ഓൻ്റെ തീരെ അനുസരിച്ചിട്ടുണ്ടാവും. കാരണം പണ്ട് പ്രസംഗിച്ചതാണ് 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ പ്രസ്ഥാനത്തെ തകർക്കുമെന്ന് പറഞ്ഞിട്ട് 10-13 കൊല്ലം കഴിഞ്ഞു. 10 മിനിറ്റ് മതി എനിക്ക് നിങ്ങളുടെ പ്രസ്ഥാനത്തെ തകർക്കാൻ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സുൽത്താനുകളുടെയും റൈസുകളുടെയും സംഘശക്തിക്കെതിരെ നാട് നീളെ തെരുവുകൾ തെണ്ടി നടന്ന് അലിഞ്ഞു തിരിഞ്ഞ് പ്രഭാഷണം നടത്തിയിട്ടും ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അവൻ്റെ 10 മിനിറ്റ് പറഞ്ഞാൽ 10 കൊല്ലം 20 കൊല്ലം 100 കൊല്ലമൊക്കെ പിന്നെ കാലാവധി നീണ്ടു നിൽക്കുന്ന കൊല്ലം. അതുപോലെ എന്താണ് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി ഉടനെ എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അതിന് വിശദീകരിച്ചു താമസിയാതെ എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആനിൽ ബിദ്അ സിനീന്നോ അല്ലെങ്കിൽ ഒലിബത്തും എന്തെടുത്താലും വേണ്ടില്ല, അതിനൊന്നും എൻ്റെ കാലാവധി ഒരു അസ്ലും വസ്ലും ഇല്ലാത്ത കാലാവധി ഈ പറയുന്ന ഖുർആനിനോ ഹദീസിനോ മഹാന്മാരുടെ സൂഫിയാക്കളുടെ വാക്കുകൾക്കൊന്നും ഇല്ല. അത് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ സാമാന്യ ബുദ്ധി നൗഷാദിന് എന്തായാലും സമ്മതിക്കാനുള്ള യാതൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല എന്ന് 100% ഉറപ്പാണ് എനിക്ക്. പക്ഷേ ഇത് കേൾക്കുന്ന ആ കുഞ്ഞാടുകൾ ഏതെങ്കിലും ഒന്നിന് വരട്ടെ എന്ന ഒരു പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കായി മനസ്സിലാക്കാനും ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് ഓതിപ്പടിക്കാൻ കഴിയുന്ന കാലത്ത് ഓതിപ്പടിക്കണം. വെറും വിദ്വേഷവുമായി നടക്കാൻ പാടില്ല.